നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, കർക്കിടകം 20, തൃക്കേട്ട നക്ഷത്രമാണ്. 2025 ഓഗസ്റ്റ് 5 ചൊവ്വാഴ്ച. ഇന്നത്തെ രാഹുകാലം വൈകുന്നേരം 3 മണി മുതൽ 4:30 വരെയാണ്. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. 4ാമത്തേതായ കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,427ാമത്തെ ദിവസമാണ്. മലയാളത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1200 ആണ്ട് കർക്കിടക മാസം 20 തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 14 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 5 തീയതിയാണ്. ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. അത് ഉച്ചയ്ക്ക് 1 മണി 12 മിനിറ്റ് വരെ ഏകാദശി തിഥിയാണ്. കരണം വരുന്നത് വിഷ്ടികരണമാണ്. ഉച്ചയ്ക്ക് 1:12 വരെയാണ് വിഷ്ടികരണമുള്ളത്. നിത്യയോഗം മാഹേന്ദ്രനാമ നിത്യയോഗമാണ്. അത് 7 മണി 24 മിനിറ്റ് വരെയാണ് രാവിലെ ഉള്ളത്. അതിനുശേഷം വൈധൃതി നാമ നിത്യയോഗമാണ്. ഇന്ന് നാൾ തൃക്കേട്ട 11:22 വരെയാണ്. അതിനുശേഷം മൂലമാണ്. ഞാറ്റുവേല ആയില്യം ഞാറ്റുവേല തന്നെയാണ്. ദിവസം ഇന്ന് ചൊവ്വയുടെ കുജൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6 മണി 18 മിനിറ്റ് 12 സെക്കൻഡിന് ഉദയം സംഭവിക്കുന്നു. അസ്തമയം സംഭവിക്കുന്നത് വൈകിട്ട് 6 മണി 41 മിനിറ്റ് 36 സെക്കൻഡിന് അസ്തമയം സംഭവിക്കുന്നു. ഉദയാസ്തമയങ്ങൾ മധ്യകേരളത്തിലേതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസം ഉത്തര ദക്ഷിണ ദിക്കുകളിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്നതാണ്. ദിനമാനം, അതായത് പകലിൻ്റെ ദൈർഘ്യം വരുന്നത് 12 മണിക്കൂർ 23 മിനിറ്റ് 24 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് ദക്ഷിണായനമാകയാൽ. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 3 മണി 35 മിനിറ്റിന് തുടങ്ങി 5:08 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് 12:29 മുതൽക്ക് 2 മണി 2 മിനിറ്റ് വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 9:24 മുതൽക്ക് 10:56 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളായിട്ടാണ് വിധിച്ചിട്ടുള്ളത്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്ന മേടക്കൂറുകാർക്കാണ്. അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്ന് ശുഭമായിട്ടുള്ള ഒരു ദിവസമല്ല. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:05 മുതൽക്ക് 12:27 വരെയും തുടർന്ന് 12:31 മുതൽക്ക് 12:53 വരെയും ഉള്ള സമയത്താണ്. 12:05 മുതൽക്ക് 12:53 വരെയുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. ഈ അഭിജിത്ത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത വരികയും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരികയും ചെയ്യുമ്പോൾ മറ്റ് നാള്, പക്കം, തിഥി മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ഈ അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ്. പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസം അല്ല. ശത്രു ഉച്ചാടനം അഥവാ ശത്രുവധം, പ്രഹരം, ലോഹകർമ്മങ്ങൾ, ശില്പകർമ്മങ്ങൾക്ക്, അതുപോലെ എണ്ണ കാച്ചുക അതുപോലെ വേദകർമ്മങ്ങൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഇന്നത്തെ നാള് വർജ്യമായിട്ടുള്ളതാണ്. തിഥി ഏകാദശി തിഥിയാണ്. അത് വ്രതബന്ധത്തിനും വിവാഹാദി ഒക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. പക്ഷേ ഇന്ന് തൃക്കേട്ട നക്ഷത്രം വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. നമസ്കാരം. പുത്തൻപുലരിയിൽ നമുക്കിനി പ്രധാന തലക്കെട്ടുകൾ നോക്കി വരാം. ഛത്തീസ്ഗഡ് വനവാസി ഗ്രാമങ്ങളിൽ പരിധികൾ ലംഘിച്ച് മതപരിവർത്തനം. മതം മാറ്റൽ. മലയാളി കന്യാസ്ത്രീകളുടെയും പാസ്റ്റർമാരുടെയും നേതൃത്വത്തിൽ ജനം വാർത്താ സംഘം ബസ്തറിൽ. അർബൻ മാവോയിസ്റ്റുകൾക്കെതിരായ റിപ്പോർട്ടുകൾ പൂഴ്ത്തി സംസ്ഥാന സർക്കാർ. കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ പുരോഹിത ബന്ധം അർബൻ മാവോയിസ്റ്റുകളിലൂടെ. പരാതിയിന്മേൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണം ഉടനുണ്ടായേക്കും.
നൈസർ വിജയപാതയിലെന്ന് ISRO ചെയർമാൻ. ഉപഗ്രഹം പരീക്ഷണ ഘട്ടങ്ങൾ മറികടന്ന് മുന്നോട്ട്. ഡിസംബറിൽ സെമി ഹ്യൂമനോയിഡ് റോബോട്ടിനെ വിക്ഷേപിക്കുമെന്നും ഡോക്ടർ വി നാരായണൻ. ജനം ബിഗ് എക്സ്ക്ലൂസീവ്. മലബാർ റിവർ ഫെസ്റ്റിവൽ മറവിലെ കാനനയാത്ര സകല ചട്ടങ്ങളും ലംഘിച്ച് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകി ഗ്രീൻ മൂവ്മെന്റ്. പ്രവേശനം നിരോധിച്ച് വെള്ളരിമല യാത്ര മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രത്യേക താൽപര്യപ്രകാരം. വീണ്ടും അതിതീവ്ര മഴ. എറണാകുളത്തും ഇടുക്കിയിലും തൃശൂരിലും റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. കനത്ത കാറ്റിനും സാധ്യത. ഗാസ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന പ്രദേശം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നീക്കം. സൈനിക നടപടി വൈകാതെയെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കയുടെ സഹായത്തോടെ 53 വർഷം മുൻപ് റോക്കറ്റ് വിക്ഷേപിച്ച ISRO ഇന്ന് അതേ രാജ്യവുമായി സംയുക്ത സംരംഭത്തിൽ ഏർപ്പെട്ടതിന്റെ വിജയഗാഥയാണ് നൈസർ ഉപഗ്രഹമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. നൈസർ പരീക്ഷണ ഘട്ടങ്ങൾ ഒന്നൊന്നായി വിജയിച്ചു മുന്നേറുന്നതായും നൈസർ നൽകുന്ന വിവരങ്ങൾ ലോകത്തിന് മുഴുവൻ പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡിസംബറിൽ നടക്കുന്ന മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനുള്ള പരീക്ഷണ ദൌത്യത്തിൽ വ്യോമിത്ര സെമി ഹ്യൂമനോയിഡ് റോബോട്ടും വിക്ഷേപിക്കുമെന്നും ISRO ചെയർമാൻ ജനം ടിവിയോട് പറഞ്ഞു. ഐസൺ ജോസുമായി നടത്തിയ അഭിമുഖത്തിലേക്ക്. പ്രതീക്ഷയോടെ മുന്നേറുകയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ചെയർമാനും സ്പേസ് സെക്രട്ടറിയുമായ ഡോക്ടർ വി നാരായണൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് നിരവധി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ആദ്യം തന്നെ ഈ അടുത്ത വിജയകരമായ നൈസറിനെ കുറിച്ചാണ് ചോദ്യം. സർ, വളരെ ഒരു വിജയമായിരുന്നു നൈസർ. വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. എന്തായിരുന്നു സാറിൻ്റെ എക്സ്പീരിയൻസ്? ഇനി എന്താണ് അതിലുള്ള പ്രതീക്ഷ? ഇനി 90 ഡേയ്സ് ആണ് അതിൻ്റെ കാലാവധി എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദാംശങ്ങളൊന്ന് പറയാമോ? നൈസർ എന്ന് പറയുന്നത് ഒരു ഇസ്രോ ആൻഡ് JPL നാസയുടെ ജോയിൻറ്റ് പേലോഡ്സ് വച്ച് ഉരുവാക്കിയ ഒരു സാറ്റലൈറ്റാണ്. അപ്പോൾ ആ സാറ്റലൈറ്റിൽ 2 മേജർ പേലോഡുണ്ട്. ഒന്ന് S ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയും. ആ പേലോഡ് ചെയ്തത് ഇസ്രോ ആണ്. പിന്നെ L ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പേലോഡും ഒരു 12 മീറ്റർ ഡയമീറ്റർ അൺഫർലബിൾ ആൻറ്റണ അവിടെ കൊണ്ടുപോയപ്പോൾ ഒരു കുട പോലെ இருக்கும். പിന്നെ അവിടെ പോയാണ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൻറ്റനായും ചെയ്തത് JPL US ആണ് ചെയ്തത്. പിന്നെ ഈ 2 പേലോഡും ചേർത്ത് വെച്ച് ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കിയത് നമ്മളാണ്, ISRO ആണ് ഉണ്ടാക്കിയത്. അപ്പം ഈ സാറ്റലൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് അയച്ചത് നമ്മളുടെ GSLV ഇൻഡിജിനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് GSLV Mark II റാക്കറ്റ്. ഇത് 18ാമത്തെ റാക്കറ്റാണ്. ശ്രീഹരികോട്ടയിലിருந்து വിടുന്നതിൽ 102ാമത്തെ റാക്കറ്റാണ്. ഈ റാക്കറ്റിലാണ് അയക്കുന്നത്. അപ്പോൾ ഈ സാറ്റലൈറ്റ് അവർ നാസ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ എന്ന് പറഞ്ഞാൽ 1300 കോടിക്ക് മുകളിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾക്കും ഒരു 1,200 crore ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രസ്റ്റീജിയസ് ഒരു ഇതാണ്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഉണ്ടല്ലോ, ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പേലോഡ് എന്ന് പറയുന്നത് 24/7 നമ്മളുടെ ഭൂമിയെ ഫോട്ടോ എടുക്കാൻ പറ്റും. ക്ലൗഡ് ഉണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇത് SAR പേലോഡ് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പം 24/7 ഫോട്ടോ എടുക്കും. പിന്നെ ഈ ഭൂമി ഇതുകൊണ്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പോലാർ സൺ സിൻക്രണസ് ഓർബിറ്റാണ്. അപ്പം എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ആയപ്പോൾ സാറ്റലൈറ്റ് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം എവറി 12 days കംപ്ലീറ്റ് എർത്ത് സ്കാൻ ചെയ്യും. അപ്പം എർത്തിലുള്ള എർത്ത് ഒബ്സർവേഷൻ, ഡിസാസ്റ്റർ റിലേറ്റഡ് ആസ്പെക്റ്റ് എല്ലാം പഠിച്ച് അത് ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാറ്റലൈറ്റാണ്. അപ്പോൾ അത് ലോഞ്ച് ചെയ്യുന്നത് നമ്മളുടെ GSLV Mark II റാക്കറ്റാണ്. ഈ MOU ഉണ്ടല്ലോ, ഇത് സൈൻ ചെയ്തത് 2014
നമ്മളുടെ റെസ്പെക്റ്റബിൾ രാധാകൃഷ്ണൻ സാർ ചെയർമാനായിട്ടിരുന്നപ്പോഴാണ് ആ സമയത്തിലാണ് ഈ MOU സൈൻ ചെയ്യുന്നത്. അപ്പം ഇത് 10 കൊല്ലമായിട്ടാണ് ഈ സാറ്റലൈറ്റും പേലോഡ് സാറ്റലൈറ്റിലാണ് ഡെവലപ്പ് ചെയ്തത്, 2 കൺട്രിയും ചേർന്ന് ചെയ്തത്. അപ്പം അത് ചെയ്ത് ഇപ്പം നമ്മൾ ജൂൺ 30 ലോഞ്ച് ചെയ്തു. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, ഇത്ര ഒരു കോസ്റ്റ്ലി സാറ്റലൈറ്റ് ഒരു ലോകത്തിലെ 2 സ്പേസ് ഫെയറിംഗ് നേഷൻ ചേർന്ന് ചെയ്ത സാറ്റലൈറ്റ് വിടണമെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാം അത് എത്ര ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമിനെ അറിയാം. അപ്പോൾ നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 100 ഔട്ട് ഓഫ് 100 സക്സസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫോമൻസ് ഒന്നും പോകാൻ പറ്റില്ല. അന്ന് കാണണം നമ്മളുടെ GSLV മാർട്ടിയുടെ പെർഫോമൻസ്. ഈ റാക്കറ്റ് അയക്കുന്നതിന് മുമ്പോട്ട് നമ്മൾ ഭയങ്കര ഡേറ്റ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ കമ്മിറ്റീസൊക്കെ ഇട്ട്, പിന്നെ ചെയർമാൻ വിത്ത് ഡയറക്ടേഴ്സ് വി സ്പെൻഡ് 1 ഫുൾ ഡേ, ഇങ്ങനെയൊക്കെ ഭയങ്കര റിവ്യൂ ചെയ്ത് കെയർഫുള്ളായിട്ടാണ് ഈ ലാഞ്ചിൽ പോയത്. ആ ലാഞ്ച് ആണ് പെർഫെക്റ്റ് ലാഞ്ചാണ്. 2 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ള റിക്വയർഡ് ഓർബിറ്റ് അറൗണ്ട് 740 കിലോമീറ്റർ കൊണ്ട് സാറ്റലൈറ്റ് ഇഞ്ചെക്റ്റ് ചെയ്ത്. ഇപ്പോൾ സാറ്റലൈറ്റ് എല്ലാ ദിവസവും അവിടെ ടെസ്റ്റ് ഉണ്ട്. ഇതുവരെ സക്സസ് ആയിട്ട് എല്ലാ ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. സാറ്റലൈറ്റ് നല്ല ഹെൽത്തായിട്ട് ഇരിപ്പുണ്ട്. ഇത് മൊത്തത്തിൽ എല്ലാ ചെക്കും ചെയ്ത് അതിൻ്റെ പേലോഡ്സൊക്കെ ക്ലിയർ ചെയ്ത് ഒരു 60 ദിവസം കംപ്ലീറ്റ് 60 ദിവസത്തിലാണ് എല്ലാം ഓപ്പറേഷണലായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഇതിൽ വരുന്ന ഡേറ്റായ ലോകത്തിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പോകുന്നതുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സാറ്റലൈറ്റ് 1963 നവംബർ 21 നമ്മളാണ് ആദ്യം ഒരു ടൈനി റോക്കറ്റ് ഇന്ത്യയിലെന്ത് ലോഞ്ച് ചെയ്യുന്നത്. നൈക്ക പേഴ്സ് എന്ന് പറയും. ആ റോക്കറ്റ് ഡൊനേറ്റ് ചെയ്ത് ആരെന്നറിയാമോ? US ആണ്. പിന്നെ അതൊക്കെ ഒരു പേലോഡ് വന്നത് ഫ്രാൻസിലെന്താണ് നമ്മൾ അസംബിൾ ചെയ്ത് അയച്ചു. അത് 63 പിന്നെ August 1 1975 നമ്മൾ ആദ്യം ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ, ഒരു സൈറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്തു. 2400 TV സെറ്റ്സ് 6 സ്റ്റേറ്റ്, ഇന്ത്യയിലുള്ള 6 സ്റ്റേറ്റിൽ 2400 വില്ലേജിൽ വെച്ച് ഒരു ATS-6 അമേരിക്കൻ സാറ്റലൈറ്റ് യൂസ് ചെയ്ത് എല്ലാ ഡേറ്റയും അയച്ച് നമ്മളൊരു മാസ് കമ്മ്യൂണിക്കേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്. അപ്പോൾ 50 കൊല്ലത്ത് മുമ്പോട്ട് നമ്മൾ മറ്റവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ അതിലാണ് ഇരുന്നത്. ഇന്ന് അങ്ങനെയുള്ള ഒരു ദേശം, ഒരു ഇന്ത്യ സ്പേസ് പ്രോഗ്രാം ഇത്ര ഒരു സ്റ്റെപ്പായിട്ട് വളർന്നത്. ഇന്നൊരു ഇൻ്റർനാഷണൽ കൊലാബറേഷനോ കൂടെ ഇങ്ങനെ ഒരു മേജർ മിഷൻ ചെയ്യുന്നത്. എവറി ഇന്ത്യൻ ക്യാൻ ബി പ്രൗഡ് ഓഫ് ദിസ് മേജർ അക്കംപ്ലിഷ്മെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ആ ലാഞ്ച് ഈവൻ നാസ ടീം അവർ 80 പേരുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയും അവർ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്തതും അപ്രീഷിയേറ്റ് ചെയ്തതും കണ്ടാൽ എവറി ഇന്ത്യൻ ക്യാൻ ബി പ്രൗഡ് ഓഫ് അവർ മേജർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്. ഓക്കെ, ഒരു കൗതുകത്തിനാണ്. സാധാരണ സാറ്റലൈറ്റുകളുടെ ഒരു രൂപമല്ല ഒരു ഡിഷ് ആൻറ്റിന, അതും വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ആൻറ്റിന, അങ്ങനെ ഒരു സംവിധാനം അതിനുണ്ട്. ആ ഡിഷിൻ്റെ മാത്രം വളരെ ചെറിയ ഒരു വിശദീകരണം നന്നായിരിക്കും. ഇല്ല, അതൊരു 12 മീറ്റർ ഡയമീറ്ററുള്ള ആൻറ്റനമാണ്. ഇപ്പം നമ്മളങ്ങനെ 12 മീറ്റർ അങ്ങനെ വെച്ച് അയക്കാൻ പറ്റില്ല. അതൊരു ക്ലോസ് ചെയ്ത് ഒരു അംബർല പോലെ വച്ചിട്ടാണ് പേലോട് കൂടെ ചേർത്ത് വെച്ച്, സാറ്റലൈറ്റ് കൂടെ ചേർത്ത് വെച്ച് ഒരു ബോക്സ് കൺസ്ട്രക്ഷനിലാണ് അയക്കുന്നത്. അപ്പം അവിടെ അയച്ചിട്ട് ഇനി ഒരു 4 ദിവസം കളിച്ച് അത് സ്റ്റെപ്പായിട്ട് അത് അൺഫോൾഡ് ചെയ്തിട്ട് പിന്നെ സ്റ്റെപ്പായിട്ട് ഓപ്പൺ ചെയ്ത് 12 മീറ്റർ കൊണ്ടുവരും. ഇതൊരു ഭയങ്കര കോംപ്ലക്സ് ടെക്നോളജിയാണ്. നമ്മളതിൽ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളൊരു 18 മീറ്റർ ആൻറ്റന ഇതുപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട്. ബട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്, ആൻറ്റനവാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വന്നത് ഹിമാലയൻ ഒബ്സർവേറ്ററി ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ, അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്തൊരു നേട്ടമുണ്ടാകും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശുഭാൻഷു ശുക്ലയുടെയൊക്കെ പരിശീലനത്തിൽ അനിവാര്യമായിരുന്ന ഗ്രഹമായിരുന്നു, ഇപ്പോൾ അത് സ്വായത്തമാക്കിയിരിക്കുന്നു. അത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ലഡാക്കിലാണ്. അത് നമ്മൾ ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ എന്താണ് അത് ഇനാഗുറേറ്റ് ചെയ്ത്. ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ നിറയെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം നിറയെ ഉണ്ട്. ഇപ്പം ഗഗൻയാൻ പ്രോഗ്രാം ഒറ്റ പ്രോഗ്രാമോടെ നിൽക്കാൻ പോകുന്നില്ല. 2 ക്രൂഡ് മിഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടെ ഫ്യൂച്ചറിൽ നമ്മളുടെ ദേശത്തിലുള്ള നമ്മളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് നമ്മളുടെ റോക്കറ്റ് വെച്ച് മൂന്നുക്ക് കൊണ്ടുപോയി അവിടെ ലാൻഡ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന പ്രോഗ്രാമും ഓണറബിൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഗിവൻ ദ ഗൈഡ് ലൈൻ. വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമെല്ലാം ഉള്ളപ്പോൾ ഈ മൈക്രോഗ്രാവിറ്റി എൻവയറൺമെൻറ്റ്, ലോ ടെമ്പറേച്ചർ എൻവയറൺമെൻറ്റ് സിമുലേറ്റ് ചെയ്യണമല്ലോ. അതൊക്കെ അവിടെ ലഡാക്കിലുള്ള ഒരു എൻവയറൺമെൻറ്റ് നന്നായിട്ടുണ്ട്. ഇപ്പം മാർസ് ഓർബിറ്റിലുള്ള എൻവയറൺമെൻറ്റൊക്കെ ഉണ്ട് തന്നെയാണ്. അവിടെ നമ്മൾ ഇത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും. ബട്ട് ഞാൻ ഇതുവരെ അവിടെ പോയി കണ്ടിട്ടില്ല, പോയി കാണണം. പിന്നെ ഇത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ബേസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നിരവധിയായ തുടർ ദൗത്യങ്ങളുണ്ട് നമ്മുടെ ISROയെ സംബന്ധിച്ചിടത്തോളം. ISROയുടെ വരാനിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ, വരുന്ന മാസങ്ങളിലെ ഏറ്റവും സുപ്രധാനമായ ദൗത്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഈ ഫൈനാൻസ് ഇയറിൽ ഇപ്പോൾ ഇതുവരെ 3 റോക്കറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
any up to March at least 8 to 9 റോക്കറ്റ്സ് നമ്മൾ അയക്കാൻ പോകുന്നതുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഓണറബിൾ പ്രൈം മിനിസ്റ്ററാണ് സ്പേസ് സെക്ടർ റീഫോം അനൗൺസ് ചെയ്തത്. അതിൽ നമ്മളൊരു 5 PSLV റോക്കറ്റ് വന്ന് HAL L&T കൺസോർഷ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് റോക്കറ്റ് ഈസ് ഗോയിങ് ടു കം ഔട്ട് ഫ്രം ദ ഇൻഡസ്ട്രി. അത് വി ആർ ഗോയിങ് ടു സെൻഡ്. ദാറ്റ് വിൽ സെൻഡ് എ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ്. അതിലൊരു 34 ടെക്നോളജി ഇൻക്ലൂഡിങ് ക്വാണ്ടം ടെക്നോളജി, ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നതുണ്ട്. പിന്നെ ഒരു കമേഴ്ഷ്യൽ ലോഞ്ചുണ്ട്. LVM-3 റോക്കറ്റ് വെച്ചിട്ട് ഒരു അമേരിക്കൻക്ക് 6500 കിലോഗ്രാം ഇടയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് അയക്കാൻ പോകുന്നതുണ്ട്. പിന്നെ നേവിഗേഷൻ തേർഡ് സാറ്റലൈറ്റ് വി ആർ ഗോയിങ് ടു സെൻഡ്. ദെൻ 1-2 SSLV റോക്കറ്റ് അയക്കുന്നതായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു GSAT 7RNE ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി ഒരു സാറ്റലൈറ്റ് അയക്കുന്നതുണ്ട്. ഇങ്ങനെ നിറയെ പ്രോഗ്രാമുണ്ട്. അതോടുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദിസ് ഇയർ വി ആർ ഡിക്ലെയർഡ് ആസ് ഗഗൻയാൻ ഇയർ. നമ്മൾ ആൾക്കാരെ അയക്കുന്നതിന് മുമ്പോട്ട് 3 അൺക്രൂഡ് മിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് അൺക്രൂഡ് മിഷൻ ദിസ് ഇയർ ഡിസംബർ അയക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഹാഫ് ഹ്യൂമനോയിഡ് ബയോമിത്രാണി ഒരു ഹാഫ് ഹ്യൂമനോയിഡും ആൾക്കാർക്ക് പതിൽ അത് അയക്കാനുള്ളതുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇയർ 2 അൺക്രൂഡ് മിഷൻ ഫോളോഡ് ബൈ 2027 ഫസ്റ്റ് ക്രൂഡ് മിഷൻ പോകും. അപ്പം ഈ ഇയറിന് പറഞ്ഞാൽ ഒരു 7-8 ലോഞ്ചസ് കാണും. വിജയാശംസകൾ നിരവധിയായി നേരുന്നു ISRO ചെയർമാൻ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ISROയ്ക്കും. താങ്ക് യു വെരി മച്ച് സാർ. തിരികെ വാർത്തകളിലേക്ക്. ഭാരതത്തിന്റെ സമുദ്രമേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ ഇന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിക്കും. അതേസമയം ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ ബഹളം കാരണം സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ചേരുന്നു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഇന്ന് പാർലമെന്റിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയായിരിക്കും? അതോടൊപ്പം തന്നെ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ചേരുകയാണല്ലോ. എന്തെല്ലാം സുപ്രധാനമായ നീക്കങ്ങൾക്കും ചർച്ചകൾക്കുമാകും വഴിയൊരുക്കുക? രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. പാർലമെന്റിൽ ഇന്ന് 2 സഭകളിലും, അതായത് പാർലമെന്റിന്റെ 2 സഭകളിലും മർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് 2024 അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ബില്ല് രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിക്കും. നിലവിൽ സഭയുടെ അജണ്ടയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രാജ്യസഭയും ലോക്സഭയും എത്രത്തോളം പ്രവർത്തിക്കും ഇന്നും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഇന്നലെ രാജ്യസഭയിലും മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തെ കൂടി നീട്ടുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രമേയം അവതരിപ്പിക്കും. ആ അജണ്ട രാജ്യസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ രാജ്യസഭ ഇന്നലെ പ്രവർത്തിക്കാതെ പിരിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ലോക്സഭ പ്രതിപക്ഷ ബഹളം കാരണം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ രാജ്യസഭാ അംഗം കൂടിയായ ഷിബു സോറന്റെ, ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറന്റെ മരണത്തെ തുടർന്ന് അനുശോചിച്ചായിരുന്നു പിരിഞ്ഞത്. ഇന്ന് പാർലമെന്റ് ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടില്ലെങ്കിൽ രാജ്യസഭയിലും ലോക്സഭയിലും മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ 2024 അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭയ്ക്കകത്ത് ഇന്നും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്ന് മനസ്സിലാക്കുന്നു. വർഷകാല സമ്മേളനത്തിന്റെ ഈ സഭയുടെ പ്രവൃത്തി ദിവസങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിട്ടുള്ള 3 ദിവസങ്ങളിലൊഴികെ രാജ്യസഭയും ലോക്സഭയും തുടർച്ചയായി പ്രവർത്തിക്കാനോ ചർച്ചകൾ നടത്താനോ യാതൊരു അവസരവും പ്രതിപക്ഷം നൽകിയിട്ടില്ല. വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് പ്രതിപക്ഷം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് 11 മണിയോടുകൂടി സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. രൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ വിവിധ കേന്ദ്രമന്ത്രിമാരും ഒപ്പം സ്പീക്കറും ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. പാർലമെന്റ് അംഗങ്ങളുടെ കർത്തവ്യം മറന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം പെരുമാറുന്നത് എന്ന വിമർശനമാണ് മുതിർന്ന കേന്ദ്രമന്ത്രി JP നദ്ദ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിട്ടുള്ളത്. കൂടാതെ സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ അംഗങ്ങളോട് ബഹളം
വെച്ച പ്രതിപക്ഷാംഗങ്ങളോട് നിങ്ങളുടെ ഉത്തരവാദിത്വം മറക്കരുതെന്നും ഇതിനാണോ നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചത് എന്ന ചോദ്യവും ഉന്നയിച്ചിരുന്നു. ഏതായാലും മർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് ഇന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിച്ച് പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒപ്പം NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. NDAയുടെ ഘടകകക്ഷി നേതാക്കൾ ഒപ്പം BJP ഉൾപ്പെടെ ഘടകകക്ഷി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ പാർലമെന്റിൽ സ്വീകരിക്കുന്ന നയങ്ങൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇത്തരത്തിൽ തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ സംബന്ധിച്ച് ഒപ്പം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 21-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. അതുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നത് സംബന്ധിച്ച ചർച്ചയും NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അത് സംബന്ധിച്ചൊരു പ്രാഥമിക ചർച്ചകൾ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ തന്നെ മുതിർന്ന കേന്ദ്രമന്ത്രിമാരുമായി JP നദ്ദയും കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ്, NDAയുടെ മുതിർന്ന കേന്ദ്രമന്ത്രിമാരുമായി നടത്തിയിട്ടുള്ള യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നത് സംബന്ധിച്ചൊരു പ്രാഥമികമായ ചർച്ച ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. നിലവിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് ചേരുന്ന NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ സമവായത്തിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർത്താനാണ് ആലോചിക്കുന്നത്. പക്ഷേ വിവിധ കക്ഷികൾ പ്രത്യേകിച്ച് തൃണമൂൽ ഉൾപ്പെടെയുള്ള കക്ഷികൾ നിലവിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ ഇന്ത്യ ബ്ലോക്കിൽ ചോദ്യം ചെയ്തു വരികയാണ്. അതുകൊണ്ട് അത്തരത്തിൽ സമവായത്തിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഉൾപ്പെടെയുള്ളവരുടെ നീക്കം എത്രത്തോളം ബാക്കിയുള്ള ഇന്ത്യ മുന്നണിയിലെ ബാക്കിയുള്ള പാർട്ടികൾ കൂടി അംഗീകരിക്കുമെന്ന് നോക്കേണ്ടതാണ്. ഏതായാലും ജഗ്ദീപ് ധൻഖർ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകും എന്നത് സംബന്ധിച്ച് നിർണായകമായ ചർച്ച ഇന്ന് NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാകും. പാർലമെന്റ് ഇന്ന് ചേരുമ്പോൾ പ്രതിപക്ഷം ഈ ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നിലപാട് തന്നെ തുടരുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് ഇരുസഭകളിലും അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതെ ജിഷ്ണു, ഒരു കാര്യം കൂടി നമുക്കറിയാം, സമ്മേളനത്തിൽ എപ്പോഴും പ്രതിപക്ഷം ബഹളം സൃഷ്ടിച്ച സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം ഈ മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. തീരദേശ മേഖലയിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഒപ്പം അത്തരത്തിലുള്ള ഭരണ ഏകീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ 2024 രൂപകൽപ്പന ചെയ്തിരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഷിപ്പിംഗ് നിയമത്തിലെ നിയമങ്ങൾ ഏകീകരിക്കും, അതിൻ്റെ ഭരണ സംവിധാനങ്ങൾ ഏകീകരിച്ചുകൊണ്ട് നടപടികൾ സുഗമമാക്കുന്നതും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് പാസ്സാക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷ ഭാഗത്തുനിന്ന് അതിനുള്ളൊരു അവസരം സഭയിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. തുടർച്ചയായി ബഹളം വെച്ചുകൊണ്ട് ആ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ബില്ലിന് പുറമെ തന്നെ നിർണായകമായിട്ടുള്ള നിരവധി ബില്ലുകൾ ഈ സഭാ സമ്മേളന കാലയളവിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ, അതായത് ആദായ നികുതി വകുപ്പ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിന്മേലുള്ള ബില്ലുകൾ, പ്രത്യേകിച്ച് പുതിയ 8 ബില്ലുകൾ ഈ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ രണ്ട് തവണ അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തുകൊണ്ട് മാറ്റിവെച്ചിട്ടുള്ള പ്രമേയം, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടുന്നതിനുള്ള പ്രമേയം കഴിഞ്ഞ ദിവസവും അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു മണിപ്പൂരിൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെക്കുകയും അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് സൈനിക നടപടികൾ ശക്തമാക്കുകയും അക്രമികൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടുന്നതിനുള്ള പ്രമേയം അവതരണവും ബാക്കി നിൽക്കുകയാണ്. അത്തരത്തിൽ നിർണായകമായിട്ടുള്ള ബില്ലുകൾ, പ്രമേയങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കാൻ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ഗൗരവമുള്ള ചർച്ചകളും ബില്ലുകളും അവതരിപ്പിക്കാനുള്ള അവസരം പോലും നൽകാതെയാണ് പാർലമെന്റ് നടപടികൾ തുടർച്ചയായി പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നതും വിഷയങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള പ്രാധാന്യമില്ലാതെയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ സമകാലീന കാലഘട്ടത്തിൽ വരുന്ന വിഷയങ്ങളിൽ അനാവശ്യമായി ബഹളം വെച്ചുകൊണ്ട്, കാരണം
ഒരു സമ്മേളന കാലയളവ് മുഴുവൻ പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയിരുന്നത് പെഗാസസ് എന്ന വിഷയം ഉയർത്തിക്കൊണ്ടായിരുന്നു. അടുത്തിടെ നമുക്കറിയാം, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ആ വിഷയം പരിഗണിച്ചുകൊണ്ട് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി പെഗാസസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ സുപ്രീം കോടതി നിരീക്ഷണവും ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ആ വിഷയം ഉയർത്തിക്കൊണ്ടായിരുന്നു ഒരു സഭാ സമ്മേളന കാലയളവ് മുഴുവൻ പ്രതിപക്ഷം പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിയിരുന്നത്. അത്തരത്തിൽ ഈ വർഷകാല സമ്മേളനത്തിൽ ആദ്യം ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ആ വിഷയത്തിന്മേൽ ചർച്ച നടക്കുമ്പോൾ അതിൽ പോലും പങ്കെടുക്കാതെ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടു. നിലവിൽ ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം തുടർച്ചയായി ബഹളം വയ്ക്കുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെയും പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയാണ്. ബീഹാറിൽ മരിച്ചുപോയ ആളുകൾ, കൂടാതെ ബംഗ്ലാദേശിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറിയിട്ടുള്ളവർ, ഇവരെയെല്ലാം വോട്ടർ പട്ടികയിൽ ഇടം നേടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് കൃത്യമായി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് അനർഹരായ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്ന നടപടിയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത്. എന്നാൽ അതിനെ പോലും എതിർക്കുന്ന സമീപനവും നിലപാടും ചോദ്യം ചെയ്യുന്ന നിലപാടുമാണ് രാജ്യത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. കോഴിക്കോട് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ മറവിൽ നടന്ന കാനനയാത്രയ്ക്ക് വനം വകുപ്പ് അനുമതി നൽകിയത് സകല ചട്ടങ്ങളും ലംഘിച്ചെന്ന് പരിസ്ഥിതി സംഘടന ഗ്രീൻ മൂവ്മെന്റ്. വനം വകുപ്പ് നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്കും പരാതി നൽകിയിരിക്കുകയാണ് സംഘടന. മന്ത്രി മുഹമ്മദ് റിയാസ് പ്രത്യേക താൽപര്യമെടുത്തായിരുന്നു വെള്ളരിമലയിലേക്കുള്ള യാത്ര സംഘടിപ്പിച്ചത്. അനഘ ഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഈ വെള്ളരിമലയിലേക്കുള്ള യാത്ര ചട്ടങ്ങൾ ലംഘിച്ചാണ് എന്നുള്ള ആരോപണമാണല്ലോ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാനന യാത്രയ്ക്ക് ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു അനുമതി നൽകപ്പെട്ടത്? അതിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? രോഹിണി, അതായത് സകല ചട്ടങ്ങളും ലംഘിച്ചാണ് മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ കാനന യാത്ര എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അതായത് ഈ വെള്ളരിമല എന്ന് പറയുന്നത് അതീവ സംരക്ഷിക്കപ്പെടേണ്ട ഇനത്തിലുള്ള കാടുകളും അതുപോലെ തന്നെ മരങ്ങളുമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശത്തേക്കുള്ള ആളുകളുടെ സഞ്ചാരം അത് നിരോധിച്ചിരുന്നു. എന്നാൽ അതിന് വനം വകുപ്പ് പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രദേശത്തേക്ക് ആളുകൾ ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സമ്പർക്കം ഉണ്ടായാൽ കാടിന്റെ സ്വാഭാവികത നഷ്ടപ്പെടും, അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് ഈ ആളുകളെ കടത്തിവിടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നിരോധിച്ചുകൊണ്ടായിരുന്നു വനംവകുപ്പ് ഉത്തരവ് ഇറക്കിയിരുന്നത്. എന്നാൽ മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ആ ഉത്തരവും ആ ചട്ടവും എല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ വെള്ളരിമലയിലേക്ക് കാനന യാത്ര സംഘടിപ്പിച്ചത്. ഇത് വെറും ഒരു കാനന യാത്ര മാത്രമല്ല, ഇത്തരത്തിൽ കാട്ടിലേക്ക് പോവണമെങ്കിൽ ഒരു വലിയ പരസ്യമൊക്കെ നൽകിക്കൊണ്ടാണ് ഈ ടൂറിസം വകുപ്പ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നത്. 200 രൂപ ഇത്തരത്തിലുള്ള ഇവരിൽ നിന്ന് ഫീസ് ഈടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും രണ്ടും ആളുകളൊന്നുമല്ല, 100-200 ആളുകളാണ് ഇത്തരത്തിൽ വെള്ളരിമലയിലേക്ക് അന്ന് യാത്ര നടത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ മൂവ്മെന്റ് കൃത്യമായൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ കാട്ടിലേക്ക് പോകാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്? വനംവകുപ്പ് നേരത്തെ തന്നെ ഇത് അനുമതി നിഷേധിച്ചതാണ്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആരാണ് ഇതിന് പിന്നിൽ ഇത്തരത്തിലൊരു അനുമതി നൽകിയത് എന്ന ചോദ്യമാണ് ഗ്രീൻ മൂവ്മെന്റ് ചോദിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഗ്രീൻ മൂവ്മെന്റ് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ ഗ്രീൻ മൂവ്മെന്റിന്റെ അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഈ പരാതി കൊടുത്തതുകൊണ്ടൊന്നും തങ്ങൾക്ക് ഒരു പരിഹാരവും ഉണ്ടാകില്ല. അങ്ങനെ വന്നാൽ തങ്ങൾ നേരിട്ട് കോടതിയെ സമീപിക്കും എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അനുമതി കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അറ്റ്ലീസ്റ്റ് ഒരു താക്കീതെങ്കിലും നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കും. ഗ്രീൻ മൂവ്മെന്റ് സംഘടന പറയുന്നത് ഇത് ഈ വലിയ വലിയ ഹോട്ടൽ ഉടമകളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാഫിയകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കാനന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ്. അതിന്റെ മറവിൽ ഇത്തരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കുക, അവരെ സംരക്ഷിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഗ്രീൻ മൂവ്മെന്റ് സംഘടനയിലെ അംഗങ്ങൾ പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ നമ്മളടക്കം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച സമയത്ത് ഇവർ പറഞ്ഞത് അത്തരത്തിലൊരു യാത്ര ആ രീതിയിലുള്ള യാത്രയല്ല നടത്തിയിരിക്കുന്നത്. അതായത് ഈ വനത്തിലേക്ക് വിത്തെറിയൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചത് എന്നതാണ്. പക്ഷെ അവിടെയും ഈ ഗ്രീൻ മൂവ്മെന്റും അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരടക്കം
പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ നാട്ടിൽ നിന്നുള്ള വിത്തുകൾ എടുത്ത് അത് വനത്തിൽ നിക്ഷേപിക്കുന്നത് വനത്തിന്റെ സ്വാഭാവികതയ്ക്ക് കേടുവരുത്തുന്നതാണ്. ഈ വനത്തിൽ സ്വാഭാവികമായും വളരേണ്ട വൃക്ഷങ്ങളാണുള്ളത്. അല്ലാതെ ഇത്തരത്തിൽ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി അവിടെ നിക്ഷേപിക്കുന്നത് പരിസ്ഥിതിക്ക് ഒട്ടും നല്ലതല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിസ്ഥിതി പ്രവർത്തകരും ഗ്രീൻ മൂവ്മെന്റ് അംഗങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിത്തെറിയൽ പരിപാടിക്കാണ് പോയത് എന്ന് വനം വകുപ്പ് ഈ പ്രശ്നം ഗുരുതരമാവുന്ന സാഹചര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഉല്ലാസ യാത്ര പോലെയായിരുന്നു സംഘടിപ്പിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യാത്രയ്ക്ക് പിന്നിൽ സകല മുൻകൈയും എടുത്തിരിക്കുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. മുഹമ്മദ് റിയാസിന്റെ മുൻകൈ എടുത്ത് ഇത്തരത്തിലൊരു യാത്ര, അതും വർഷങ്ങളായി കാട്ടിലേക്ക് പ്രവേശനം നിരോധിച്ച വെള്ളരിമലയിലേക്കൊക്കെയുള്ള യാത്ര സംഘടിപ്പിച്ചത് എന്നതാണ്. അതായത് ടൂറിസം മന്ത്രിക്ക് ഈ കാര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുകൂടിയാണ് രോഹിണി പറയുന്നത്. ശരി അനഘ, എന്തായാലും അതീവ പരിസ്ഥിതി ലോല പ്രദേശത്തിലേക്കാണ് ഇത്തരത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു യാത്ര സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. കോഴിക്കോട് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ മറവിൽ നടന്ന ഈ കാനന യാത്രയ്ക്ക് വനം വകുപ്പ് അനുമതി നൽകിയത് സകല ചട്ടങ്ങളും ലംഘിച്ച് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ മൂവ്മെന്റ് ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്കുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ തന്നെയാണ് ഇനിയും വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണ്. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും കോഴിക്കോട് നിന്ന് അനഘ ഹർഷനും ചേരുന്നു. നമുക്ക് ആദ്യം തലസ്ഥാന ജില്ലയും ഒപ്പം തെക്കൻ കേരളത്തിന്റെയും വിശേഷങ്ങൾ അറിയാം. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണോ തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം? ആരോഹിണി, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണവും കേന്ദ്രവും പറയുന്നത്. അതിൽ 3 ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. മറ്റു ചില ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പറയുന്നത്. ഏറ്റവും ഒടുവിലായി വന്ന മുന്നറിയിപ്പിൽ ഏതാനും ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് പറയുന്നുണ്ട്. മാത്രമല്ല, മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി സംസ്ഥാനത്ത് മഴ തുടർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. തുടർന്നും 4 ദിവസം കൂടി മഴ ശക്തമായി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ മലയോര മേഖലകളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളായിക്കോട്ടെ, ഈ ഭാഗങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടെന്ന വിവരങ്ങളും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. തലസ്ഥാന നഗരിലടക്കം ഇന്ന് പുലർച്ചെ വരെ മഴ ഉണ്ടായിരുന്നു. ഏതാനും സ്ഥലങ്ങളിൽ മഴയുണ്ടായിരുന്നു. മാത്രമല്ല, മലയോര മേഖലകളിലൊക്കെ ഇപ്പോഴും മഴ ലഭിക്കുന്നു എന്ന വിവരങ്ങളും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സംസ്ഥാന വ്യാപകമായി മഴ ശക്തമാകും. അതിതീവ്ര മഴ മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ മേഖലകളിൽ, അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടാകും. അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മാത്രമല്ല, ഉരുൾപൊട്ടൽ മേഖലകളിൽ താമസിക്കുന്നവർ അതത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകളെ കാര്യമായി ഗൗനിക്കണം. അതോടൊപ്പം തന്നെ ആ മുന്നറിയിപ്പുകൾ സ്വീകരിക്കുവാൻ തയ്യാറാകണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പറയുകയും ചെയ്യുന്നുണ്ട്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകും. മുന്നറിയിപ്പിലടക്കം മാറ്റം വരുവാനുള്ള സാഹചര്യവും നിലവിൽ കാണുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് നിന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. രോഹിണി. ശരി പ്രശാന്ത്, ഇനി മധ്യ കേരളത്തിലെ വിവരങ്ങൾ അറിയാം. മഴയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എറണാകുളത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്, റെഡ് അലർട്ടാണ് നിലവിൽ നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം. എങ്ങനെയാണ് സാഹചര്യം?
രോഹിണി, നിലവിൽ എറണാകുളം ജില്ലയിൽ മലയോര മേഖലയിലാണ് മഴ പെയ്യുന്നത്. നഗരപ്രദേശത്ത് മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാലാവസ്ഥ പക്ഷേ മൂടപ്പെട്ട ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത്. രാവിലെ, അതായത് പുലർച്ചെ വലിയ രീതിയിൽ മഴ നഗരപ്രദേശത്ത് ലഭിച്ചിരുന്നു. പക്ഷേ മലയോര മേഖലയിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വലിയ രീതിയിലുള്ള മഴ എറണാകുളം ജില്ലയിൽ ലഭിച്ചിരുന്നു. എന്തായാലും ഈ കടലോര മേഖലയ്ക്കാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും കനത്ത ജാഗ്രത നിലനിർത്തുന്നുണ്ട്. ഇടുക്കി, തൃശൂർ, അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലകൾക്കാണ് മധ്യ കേരളത്തിൽ നിലവിൽ റെഡ് അലർട്ട്, അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കോട്ടയം, അതോടൊപ്പം തന്നെ ആലപ്പുഴ എന്നീ ജില്ലകൾക്ക് നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. എന്തായാലും തൃശൂരിൽ അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാൻ തീരുമാനമായിട്ടുണ്ട്. ഇന്നലെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. മലക്കപ്പാറയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ യാത്ര തടയില്ല എന്നാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള കനത്ത മഴയ്ക്കാണ് എറണാകുളം ജില്ലയിൽ സാധ്യതയുള്ളത്. 60 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് നിതാന്ത ജാഗ്രത കൈവിടരുതെന്നുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കടലോര മേഖല എന്ന് പറയുന്നത് ചെല്ലാനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ, എടവനക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടൽക്ഷോഭം ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. രാത്രി 8:30 വരെ 1.7 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് കനത്ത ജാഗ്രത ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ അടുത്ത വരും മണിക്കൂറുകളിൽ കനത്ത മഴയാണ് എറണാകുളം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കി, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലും സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഉള്ളത്. ശരി രേഷ്മ. ഇനി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, വടക്കൻ കേരളത്തിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? പല ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ഏത് രീതിയിലാണ് മഴ മുന്നറിയിപ്പുകൾ പോകുന്നത്? മലയോര മേഖലകളടക്കം നേരത്തെ തന്നെ വലിയ മണ്ണിടിച്ചിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് ഏതു രീതിയിലാണ് വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മഴ ബാധിച്ചിരിക്കുന്നത്? രോഹിണി, വടക്കൻ ജില്ലകളായിട്ടുള്ള കോഴിക്കോട്, അതുപോലെ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാസർഗോഡ്, കുമ്പളങ്ങി പോലുള്ള പ്രദേശങ്ങളിൽ രാവിലെ ശക്തമായ മഴ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ആ പ്രദേശത്തൊന്നും തന്നെ മഴ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് കോഴിക്കോടും. രാവിലെ തന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, കണ്ണൂർ ജില്ലകളിലും രാവിലെ കാര്യമായ മഴ ഇല്ല എന്നതാണ്. എന്തായാലും ഈ വടക്കൻ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ മഴ മുന്നറിയിപ്പ് എന്തായാലും ഉണ്ട്. മാത്രമല്ല, കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ അതിശക്തമായ കാറ്റ്, ഇന്നലെ രാത്രിയൊക്കെ തന്നെ അതിശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിലങ്ങാട് പോലുള്ള ആ ഭാഗത്തേക്കാണ് കാറ്റ് വീശിയിരുന്നത്. അതുകൊണ്ട് തന്നെ പല ഇടങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് പലയിടങ്ങളിലും ഇപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല. മഴ കാര്യമായി കോഴിക്കോടും, കണ്ണൂർ, അതുപോലെ തന്നെ വയനാട്, കാസർഗോഡ് ജില്ലകളിൽ കാര്യമായ മഴ ഇല്ല. തെളിഞ്ഞ അന്തരീക്ഷമാണ് ഉള്ളത്. രോഹിണി, ശരി. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. എല്ലാവരും ജാഗ്രത പാലിക്കണം. കാരണം 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുന്നതിനുള്ള സാധ്യതയുമുണ്ട്. നമ്മുടെ പ്രതിനിധികളാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള വനവാസി ഗ്രാമങ്ങളിൽ നടക്കുന്നത് സർവ്വപരിധികളും ലംഘിക്കും വിധത്തിലുള്ള മതപരിവർത്തനം. കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെയും പാസ്റ്റർമാരുടെയും നേതൃത്വത്തിലാണ് തെറ്റിദ്ധരിപ്പിച്ചും പ്രലോഭനത്തിലൂടെയും മതം മാറ്റം നടക്കുന്നത്. ബസ്തറിലെ മാവോയിസ്റ്റ് ബാധിത ഗ്രാമങ്ങളിൽ ജനം TV സംഘം കണ്ട കാഴ്ചകളും കേട്ട കഥകളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ വ്യാപക മതപരിവർത്തനം നടക്കുന്നുവെന്ന് ഹിന്ദു സംഘടനകൾ. നടക്കുന്നത് സേവന പ്രവർത്തനമാണെന്നും മതപരിവർത്തനമേ അല്ലെന്നും ക്രൈസ്തവ സംഘടനകളും. സത്യത്തിൽ ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ
എന്താണ് നടക്കുന്നത്? ആ വസ്തുതയിലേക്കാണ് ജനം TV പോകുന്നതും. 2013 ബസ്തറിലെ കോൺഗ്രസ് നേതാവും മാവോയിസ്റ്റ് വിരുദ്ധ സേനയായ സൽവാജുദും സ്ഥാപകനുമായ മഹേന്ദ്ര കർമ്മയെയും 27 കോൺഗ്രസ് പ്രവർത്തകരെയും കൊലപ്പെടുത്തിയ ഗ്രാമത്തിലാണ് ഞങ്ങൾ ആദ്യം പോയത്. പോലീസും CRPFും എന്തിന് രാഷ്ട്രീയ പാർട്ടികൾ പോലും കടന്നു ചെല്ലാൻ ഭയന്നിരുന്ന ഈ ഗ്രാമത്തിൽ വരെ മതപരിവർത്തന മാഫിയ തടസ്സമേതുമില്ലാതെ എത്തി. ബാക്കി ഗ്രാമീണർ പറയും. ईसाई लोग तो खूब बड़े सब बाबू आमचे हिंदू लोग के किंडी चेपा डाटा करे सोत आदिवासी लोग के उन्हीं लोग खूब चिपे सोत गांव लोग के कुछ सियान पीला चो गोट के नहीं दरोत ऊपरे जाए सोत झगड़ा लड़ी बाटे गांव चो सियान पीलावल समझान रखे सोत नहीं समझे सोत. അസുഖം മാറാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. പഠിക്കാനും ജോലിക്കും സഹായിക്കാമെന്ന് പറഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട്. ഒന്നുകിൽ പാസ്റ്റർമാരായി അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കുന്ന കന്യാസ്ത്രീകളായി ഒക്കെയാണ് ഇവർ തിരിച്ചെത്തുന്നത്. ആദിവാസികൾ മാത്രമുണ്ടായിരുന്ന ഗ്രാമത്തിൽ ഇന്ന് 60% ക്രിസ്തുമത വിശ്വാസികളാണ്. 5-ലധികം ക്രിസ്ത്യൻ പള്ളികളുമുണ്ട്. हर गांव से गए हैं, कुछ ना कुछ गए हैं हर गांव से. उसमें हर गांव से फिर आपस भी आ रहे हैं, मूल धर्म में ला रहे हैं आपस. उन लोग बाहर से आते हैं तो उनका कुछ लालच देते हैं और अपने लालच से जाते हैं. वो होंगे कुछ इलाज है, कोई शिक्षा के नाम से और कुछ पैसा वैसा के लालच में देते हैं, कुछ दवाई दारू के लालच में ऐसा करके उधर ले जाते हैं. और ये पास्टर बनने से पैसा मिलेगा ये सब बोल के ले जाते हैं. नहीं मैं हॉस्पिटल में बेड घट बोलूँ तो मैं हम कि कोई नहीं हम तनो कहीं फिर कुटुंब लोग से डाटा हूँ कोई साथ नहीं देवा बोलते मैं उनका पर पास्टर लो तो ठीक है सन सन बेड बिड़वा बोलता ये तो काय बुलवा जल सिरा अभी था कहीं पूछूंगा बोले हेलो आंदे बाबू 2 दिन का तो बोले क्लास काय करवा मैं तो पर मैं बांट जाऊँ रोले सीधा सांगे नहीं मैं तो कहीं मैं जो बीरो में आई सही नहीं जानते रहे ना हूँ बाट में बाप दादी बन नहीं रोला मैं अकेला कारण जाऊँ रोले मैं कुटुंब लोग चाहते रोला साथ नहीं देते रोला उनका बस उतरी है. ഇപ്പോഴും മാവോയിസ്റ്റുകൾക്ക് കുറവല്ലാത്ത സ്വാധീനമുള്ള മറ്റൊരു ഗ്രാമത്തിലും ഞങ്ങളെത്തി. വരുന്നത് വരട്ടെ എന്ന് കരുതിയാണ് ആദിവാസി നേതാക്കൾക്കൊപ്പം അവിടേക്ക് കടന്നു ചെന്നത്. അവിടെ കേട്ടത് കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മതപരിവർത്തന ഭീകരത. अभी 60 या 61 घर में 61 घर उधर कन्वर्ट हो गए हैं. उन लोगों को ऑफर मिलने से कुछ सुख दुख में थोड़ा सा हेल्प करते हैं और आर्थिक सहायता भी करते हैं और आर्थिक प्रलोभन देते हैं, मतलब लालच देते हैं. प्रलोभन मतलब उनका खान पान, उसके बाद थोड़ा सा पैसा देना या तो फिर कुछ ज़मीन के मामले में. उतने अंदर गांव में घुस गए हैं. वहाँ चर्च बन गया, जैसे कोलिंग हो गया, आपका एलिंग नाड़ हो गया, कांदा नाड़ हो गया, बहुत अंदरूनी क्षेत्र है. वहाँ तक घुस गए इन लोग और वहाँ पे कन्वर्ट करवाएं हमारे आदिवासी भाइयों को. 15% तो कन्वर्ट हो गए हैं, 10-15% ना. धीरे धीरे बढ़ते जा रहे हैं. पहले तो बहुत कम लोग थे, अभी धीरे धीरे उनकी संख्या बढ़ती जा रही है. सर ऐसा है कि इन लोगों ने ना पहले यहाँ पर आए हैं तो थोड़ा सा स्वास्थ्य लाभ देने का ऐसा किए. उसके बाद धीरे धीरे इन्होंने अपने और कन्वर्ट कराने का प्रयास कर रहे हैं, चल रही है. और यहाँ के जो मूल संस्कृति आदिवासी लोग हैं, उनके जो रीति रिवाज हैं, उनसे अलग तोड़ फोड़ करके इनको अपनी ओर ले रहे हैं. മതം മാറിപ്പോയ ശേഷം പറ്റിക്കപ്പെട്ടവരെയും തിരികെ ആദിവാസി ഗോത്രവിശ്വാസങ്ങളിലേക്ക് എത്തിയവരെയും ഞങ്ങൾ അവിടെ കണ്ടു. പലർക്കും ക്രിസ്തുമതം എന്താണെന്ന് അറിയില്ലെന്ന് മാത്രമല്ല, രഹസ്യമായി ആദിവാസി ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നുമുണ്ട്. പട്ടിണിയും രോഗങ്ങളുമൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന ലോബി ചൂഷണം ചെയ്യുന്നത്. ഇതിനെതിരെ
ആദിവാസി ഗ്രാമങ്ങളിൽ പ്രതിരോധവും ശക്തമാവുകയാണ്. പ്രിയപ്പെട്ട മിഷണറിമാരെ, നിങ്ങൾ ചെയ്യുന്നതെന്തെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അതിനാൽ നിയമം നിങ്ങളോട് പൊറുക്കില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ബസ്തറിലെ ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഛത്തീസ്ഗഡ് കന്യാസ്ത്രീ വിവാദം ഉയർന്നപ്പോൾ മുതൽ തന്നെ ശ്രീകാന്ത് അവിടെ എത്തിച്ചേർന്നതാണ്. ആ ഗ്രാമത്തെ കണ്ടറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്താണ്? രോഹിണി, ഞങ്ങൾ കടന്നു ചെന്നത് നിസ്സാരമായ ഒരു സ്ഥലത്തേക്കല്ല. കാരണം ബസ്തർ മേഖലയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഗ്രാമങ്ങളാണ് ഞങ്ങൾ പോയ മേഖലകൾ എല്ലാം തന്നെ. കാരണം ഇപ്പോഴും മാവോയിസ്റ്റ് സ്വാധീനം ചില പോക്കറ്റുകളിൽ ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അതിരൂക്ഷമായ പോരാട്ടങ്ങൾ നടന്ന മേഖലയാണ്. കോൺഗ്രസിൻ്റെ ഉന്നത നേതാവും സാൽവ ജുദൂമിൻ്റെ സ്ഥാപകനുമായ മഹേന്ദ്ര കർമ്മയും 27 കോൺഗ്രസ്സുകാരെയും ഒരൊറ്റ തവണയായി കൊലപ്പെടുത്തിയ ഒരു മേഖലയിലാണ്, ഒരു ഗ്രാമത്തിലേക്കാണ് ആദ്യം ഞങ്ങൾ പോയത്. അതോടൊപ്പം VC ശുക്ല, വിദ്യാചരൺ ശുക്ലയെ കൊലപ്പെടുത്തിയ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ മാവോയിസ്റ്റുകളുടെ കോട്ടകളിലേക്കാണ് നമ്മൾ ഈ വസ്തുത അന്വേഷിച്ച് പോയത്. കാരണം അവിടേക്ക് കടന്നു ചെന്നാൽ മാത്രമേ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഈ മതപരിവർത്തന മാഫിയ നടത്തുന്നത് ഈ പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ എന്നുള്ളത് മനസ്സിലാകും. അതുകൊണ്ടാണ് എന്തും വരട്ടെ എന്ന് കരുതി നമ്മൾ അവിടേക്ക് പോയത്. ആദ്യ ഗ്രാമത്തിൽ ചെന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ വ്യാപകമായ മതപരിവർത്തനം അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന ലോബി, കന്യാസ്ത്രീകളും പാസ്റ്റർമാരുമാണ് ഇവിടെ എമ്പാടും മതപരിവർത്തനം നടത്തുന്നത്. ഈ മാവോയിസ്റ്റുകളുള്ള മേഖലയിൽ, എല്ലാവരും കടന്നു ചെല്ലാൻ മടിക്കുന്ന മേഖലയിൽ ഇവർ പക്ഷേ കടന്നു ചെല്ലുന്നുമുണ്ട്, നടത്തുന്നുമുണ്ട് മതപരിവർത്തനം. അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ഇവർക്ക് മാവോയിസ്റ്റുകളുമായി ഉള്ള അടുപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചും പ്രലോഭനത്തിലൂടെയും മതം മാറ്റുന്നു എന്നാണ് ഈ ആദിവാസികൾ തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അസുഖം മാറ്റാമെന്ന് പറഞ്ഞും പണം നൽകിയും മതം മാറ്റം നടത്തുന്നുണ്ട്. പഠിക്കാനും ജോലിക്കും എന്ന പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും ഈ ഗ്രാമത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഒരു ഗ്രാമത്തിൽ നിന്നും 7 പെൺകുട്ടികളെ കൊണ്ടുപോയത് കേരളത്തിലേക്കാണ് എന്നവർ പറയുന്നുണ്ട്. ഇവരെ മറ്റ് സംസ്ഥാനങ്ങളെ കൊണ്ടുപോയ ശേഷം പാസ്റ്റർമാരായോ മതം പ്രചരിപ്പിക്കുന്ന കന്യാസ്ത്രീകളായോ തിരിച്ചെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ആദിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഗ്രാമങ്ങളിൽ മുഴുവൻ ഹിന്ദു വിശ്വാസികളും ആദിവാസി വിശ്വാസങ്ങൾ പിന്തുടരുന്നതുമായിരുന്നിടത്ത് ഇന്ന് ഏതാണ്ട് 60% ക്രിസ്തുമത വിശ്വാസികളാണ് എന്ന് ഈ ഗ്രാമവാസികൾ തന്നെ പറയുന്നുണ്ട്. ഗ്രാമത്തിലെമ്പാടും നമുക്ക് ക്രിസ്ത്യൻ പള്ളികൾ കാണാൻ സാധിക്കും. ഒന്ന് ചോദിക്കട്ടെ, ഈ ആദിവാസി മേഖലകളിൽ ആദിവാസികളായി ജനിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ പള്ളികൾ പണിതു വയ്ക്കുന്നത്? അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യാനിയായിരിക്കെ തന്നെ ഈ രഹസ്യമായ ആദിവാസി അനുഷ്ഠാനങ്ങൾ തുടരുന്ന ചില ആളുകളുമുണ്ട്. ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, ഇവർക്കൊന്നും തന്നെ ഈ ക്രിസ്തുമതം എന്താണെന്ന് പോലും ഇനി മനസ്സിലായിട്ടില്ല. അവർക്ക് പൈസ കിട്ടി, അവരെ കുറേ ആളുകളെ പുറത്തു കൊണ്ടുപോയി ജോലി മേടിച്ചു കൊടുത്തു. ഇത്തരം കാരണങ്ങളാലൊക്കെയാണ് ഇവരെല്ലാം മതം മാറിയിട്ടുള്ളത്. അതിലൊരാളോട് ചോദിച്ചപ്പോൾ എനിക്ക് തിന്നാനും കുടിക്കാനുമൊക്കെ കിട്ടും, അത് മാത്രമല്ല എനിക്ക് മരുന്ന് കൊണ്ടുതരുന്നുണ്ട്, അതോടൊപ്പം പൈസ തരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. ഒരു കാര്യം, സർക്കാർ എന്തുകൊണ്ട് അപ്പോൾ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് ചോദിക്കും. അതിനൊരൊറ്റ കാരണം, മറ്റേ ഏറ്റവും വൃത്തികെട്ട രാക്ഷസ കൂട്ടമാണ് നക്സലൈറ്റുകൾ, മാവോയിസ്റ്റുകളാണ്. അവന്മാർ കാരണം ആ പ്രദേശത്തേക്ക് കയറി ചെല്ലാൻ പോലും ഇക്കാലം അത്രയും സർക്കാരുകൾക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നിപ്പോൾ അവന്മാർക്കുള്ള മറുപടി ഉണ്ടയിലൂടെ, തോക്കിൻകുഴലിലൂടെ നൽകിക്കൊണ്ട് വികസനം അവിടെ നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സമാധാൻ അവിടെ നടപ്പാക്കപ്പെടുന്നുണ്ട്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, രോഹിണി, ഈ ബസ്തർ മേഖലയിലേക്ക് നമ്മൾ എത്താൻ തീരുമാനിച്ചത്, എന്ത് തന്നെ സംഭവിച്ചാലും പോകുമെന്ന് തീരുമാനിച്ചത്, ദന്തേവാഡയിലെ അബൂജ്മാദിലേക്കൊക്കെ പോയത്, ഈ മഹേന്ദ്ര കർമ്മയെയും 27 കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ വളഞ്ഞിട്ട് കൊലപ്പെടുത്തിയ സ്ഥലത്തേക്ക് നമ്മൾ ചെന്നത്, നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള ഭയം നമുക്കുമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്ന് ചെന്നത് ഈ ഛത്തീസ്ഗഡിൽ നിന്നും കേരളത്തിലെ ആളുകൾക്ക് മുൻപാകെ 9 മാധ്യമങ്ങൾ നിരന്ന് നിന്ന് പ്രചരിപ്പിച്ച വ്യാജ വാർത്തകൾ അത് പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ അവിടെ നിന്നും ഇവിടേക്ക് വണ്ടി കയറിയെത്തിയ രാഷ്ട്രീയക്കാർ പ്രചരിപ്പിച്ച വ്യാജങ്ങൾ പൊളിച്ചെടുക്കുന്നതിനാണ്. ഒപ്പം തന്നെ അവിടുത്തെ മതമേലധ്യക്ഷന്മാർ ഇവിടെ ലോഹയിട്ടും തിരുവസ്ത്രം ധരിച്ചും നടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന
മത മേലധ്യക്ഷന്മാർ ഓർക്കേണ്ടത് നിങ്ങളുടെ ആളുകൾ ഇവിടുത്തെ ഗ്രാമാന്തരങ്ങളിൽ എത്തുന്നുണ്ട്. മാവോയിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് നിങ്ങൾ മാത്രം എത്തുന്നുണ്ട്. അവിടെ വ്യാപക മതപരിവർത്തനം നടത്തുന്നുണ്ട്. ചുമ്മാതല്ല നിങ്ങൾക്ക് നേരെ ഈ പ്രതിഷേധമുണ്ടാകുന്നത്, ചുമ്മാതല്ല നിങ്ങൾക്ക് നേരെ കേസെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് അത്ര ക്രൂരമായ ഹീനമായ പ്രവൃത്തിയാണ്. കാരണം പാവപ്പെട്ടവൻ്റെ പട്ടിണി ചൂഷണം ചെയ്ത്, അവൻ്റെ അസുഖം ചൂഷണം ചെയ്ത് അവനെ മതം മാറ്റുന്ന രീതി ഇത് ഒട്ടും ഭൂഷണമല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ ശ്രീകാന്ത്, എത്ര വിദഗ്ധമായിട്ടാണ് അവർ ഈ മതപരിവർത്തനത്തെ അവരുടെ സേവന പ്രവർത്തനങ്ങൾ എന്ന ചട്ടക്കൂട്ടിനകത്താക്കിക്കൊണ്ട് ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു വിഭാഗം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നവർ പറയുന്നത് അവർ അവിടെ സേവന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സേവനം എന്നുള്ളതിന്റെ അടിസ്ഥാനം എന്താണ്? എന്തിനാണ് ഈ പാവപ്പെട്ടവരെ സ്വാധീനിക്കുന്നത്? എന്തിനാണ് ഇവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ മാവോയിസ്റ്റുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന പല പ്രദേശങ്ങളിലും ഈ മതപുരോഹിതർക്ക് എങ്ങനെ കടന്നെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഒരു വനവാസി വിഭാഗത്തെ അല്ലെങ്കിൽ പൈതൃകമായി പാരമ്പര്യം പേറുന്ന ആ ഒരു ജനവിഭാഗത്തെ, ഗോത്രവർഗത്തെ മുഴുവൻ അപ്പാടെ തുടച്ചു നീക്കുന്നതിനുള്ളൊരു ശ്രമമാണ് ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതിന് രാഷ്ട്രവിരോധികളും ഒപ്പം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ സേവനം എന്നുള്ള ഒരു ടാഗ് ലൈനിൽ കൂടി പക്ഷെ കൃത്യമായ മതപരിവർത്തനം, കണക്കുകൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു അല്ലേ? രോഹിണി, അക്ഷരാർത്ഥത്തിൽ ഈ ബസ്തർ മേഖലയിൽ നടക്കുന്നത് എത്നിക് ക്ലെൻസിംഗ് ആണ്. അതായത് ആ ഒരു വിഭാഗത്തെ മുഴുവൻ തുടച്ചു നീക്കുക, വാഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരവിടെ പറഞ്ഞതൊന്നുമല്ല ശരി, ഇവരവിടെ പ്രചരിപ്പിച്ചതൊന്നുമല്ല ശരി. ഇവർക്കിവിടെ ലോഹയിട്ടും അതോടൊപ്പം തിരുവസ്ത്രം ധരിച്ചും നടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്. ബസ്തറിലെ മാവോയിസ്റ്റ് മേഖലകളിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നുണ്ട്. സർക്കാരിന് ചെല്ലാൻ സാധിച്ചിരുന്നില്ല. ഓർക്കണം, ഇവിടെ പട്ടിണിയും പരിവട്ടവുമുണ്ട്. ആ ആദിവാസി മേഖലയിൽ മരുന്നുകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കണം നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ. കാരണം ഇവിടുത്തെ സർക്കാരിനോ ഇവിടുത്തെ സൈന്യത്തിനോ ഇവിടുത്തെ പോലീസിനോ പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളായിരുന്നു അത്. കാരണം മാവോയിസ്റ്റുകളുടെ അതിക്രൂരമായ ആക്രമണം നേരിടുമായിരുന്നു അവിടെ. പക്ഷേ അപ്പോഴും ഈ ക്രിസ്ത്യൻ മതപരിവർത്തന ലോബി അവിടേക്ക് ചെല്ലുമായിരുന്നു. ഇവിടുത്തെ സർക്കാരിനില്ലാത്ത എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അമിത്ഷായുടെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ തോക്കുകൊണ്ട് മറുപടി നൽകിയതോടെ ഇവന്മാരെല്ലാം ആ ഉൾവനത്തിലേക്ക് പോവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴവിടെ ശാന്തമായി കാര്യങ്ങൾ മാറുന്നു. വികസന പ്രവർത്തനങ്ങൾ എത്തുന്നു, ആളുകൾക്ക് ഭക്ഷണം എത്തുന്നു, ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു. ഈ മതപരിവർത്തന ലോബിയുടെ പരിപാടി ഇനി ഒരു 5 വർഷം കൊണ്ട് പൂട്ടിക്കെട്ടേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായത്. മറ്റൊരു വൻ തട്ടിപ്പ് കൂടി അവിടുത്തെ ആദിവാസികൾ പറഞ്ഞിട്ടുണ്ട് രോഹിണി. അതായത് ഈ ആളുകൾക്ക് അസുഖം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ കന്യാസ്ത്രീകൾ ചെല്ലും. ഇപ്പോൾ പനി പിടിച്ച് കിടക്കുന്നവനാണ്, അത്യാസന്ന നിലയിലാണെങ്കിൽ അവന് പനിയുടെ ഗുളിക വെള്ളത്തിൽ കലക്കി, അവർ കാണാതെ ആയിരിക്കും കലക്കുന്നത്, അത് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ കൊടുക്കും പ്രാർത്ഥിച്ചുകൊണ്ട്. സ്വാഭാവികമാണ്, പനി മാറും. ശേഷം അവരോട് പറയുന്നത് ഇത് യേശുക്രിസ്തുവിൻ്റെ വലിയ ദിവ്യ സാക്ഷ്യമാണ്, നിങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന്. ഈ പാവങ്ങൾക്കൊന്നും തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുക പോലുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴവർക്ക് കുറേശ്ശെ ബോധം വെച്ച് തുടങ്ങിയിരിക്കുന്നു. കുറേശ്ശെ ആളുകൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. വികസന പദ്ധതികൾ എത്തി തുടങ്ങിയിരിക്കുന്നു. ഈ ആളുകൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ മതമേലധ്യക്ഷന്മാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആളുകൾക്കിവിടെ യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളുടെ ആളുകളാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത്. അതിനെതിരായ ശക്തമായ പോരാട്ടത്തിലാണ് ഇവിടുത്തെ ആദിവാസി വിഭാഗം. എന്തായാലും അവർ പിന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ നിലനിൽപ്പിൻ്റെ ഭീഷണിയാണ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ മതമേലധ്യക്ഷന്മാരോടും ഈ മതം മാറ്റ ലോബിയോടും പറയാം, നിങ്ങൾ ഈ വാരി ചിലവാക്കുന്ന പൈസയൊക്കെ വെറുതെയാണ്. ഇവർക്കൊന്നും ക്രിസ്തുമതം എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്താണ് നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നതെന്ന്. ഒരാൾ പറഞ്ഞത് ഞങ്ങൾക്കിത് എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ല, പരിപാടി കഴിയുമ്പോൾ തിന്നാനും കുടിക്കാനും ഒക്കെ കിട്ടും, ഇവർ കുറേയധികം പൈസയൊക്കെ തരും, അതിനാൽ ഞാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവർക്ക് സത്യത്തിൽ ഇതൊന്നും അറിയുക പോലുമില്ല. മാത്രമല്ല ഇവരെല്ലാം രഹസ്യമായി ഇവരുടെ ആദിവാസി ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മതം മാറ്റിയാലും ഇവരുടെ മൂല സംസ്കാരം അത് വിട്ടവർ പോകുന്നില്ല എന്നുള്ളതാണ്. ഒളിച്ചും പാത്തും അവർ അത് പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ദന്തേവാഡയിലും ഈ മഹേന്ദ്രകർമ്മ കൊല്ലപ്പെട്ട സ്ഥലത്തുമൊക്കെ പോകുമ്പോൾ. കാരണം അവിടെ ഇപ്പോഴും മാവോയിസ്റ്റ് റിപ്പോർട്ടർമാരുണ്ട്, മാവോയിസ്റ്റുകളുടെ ഇൻഫോർമർമാരുണ്ട്, അവരുടെ സ്വാധീന മേഖലയാണ്.
പക്ഷേ നമ്മൾ അവിടേക്ക് പോകാൻ തീരുമാനിച്ചത്, എന്ത് റിസ്ക് എടുത്തും പോകാൻ തീരുമാനിച്ചത് ഈ കേരളത്തിൽ നടന്ന വ്യാജ പ്രചരണം പൊളിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ്. ഈ വ്യാജം മാത്രം പറയുന്ന കള്ളക്കൂട്ടങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഇവിടേക്ക് വണ്ടി കയറിയിരുന്നു. അവർക്കെതിരെ അവരെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ്. 9 ക്യാമറകളാണ് കേരളത്തിൽ നിന്നും ഛത്തീസ്ഗഡിലേക്ക് എത്തി ഇവിടെ നിന്ന് നിറം പിടിപ്പിച്ച കഥകൾ പറഞ്ഞത്. ഒരൊറ്റ ക്യാമറ മാത്രമാണ് ഉൾമേഖലകളിലേക്ക് പോയി യഥാർത്ഥ വസ്തുത എന്തെന്ന് ഷൂട്ട് ചെയ്ത് ദൃശ്യങ്ങൾ സഹിതം പ്രതികരണങ്ങൾ സഹിതമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ആ ക്യാമറ ജനം ടിവിയുടേതാണ് എന്നതിൽ നമുക്ക് വലിയ അഭിമാനമുണ്ട്. എന്തായാലും ഈ വാർത്ത ജനസമക്ഷം ജനം ടി വി സമർപ്പിക്കുന്നു. ഇനി ചിന്താശേഷിയുള്ളവർ ചിന്തിക്കട്ടെ യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ എന്താണ് നടക്കുന്നതെന്ന്. അതെ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ശ്രീകാന്ത്. യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ള ജനം ടി വി സംഘത്തിന്റെ ലക്ഷ്യം തന്നെയാണ് ഫലം കണ്ടിരിക്കുന്നത്. കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ പല വനമേഖലകളിലും നമ്മുടെ പ്രതിനിധി സംഘം എത്തിയത്, കൃത്യമായ വിശകലനം നടത്തിയത്. അവിടെ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് പാവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കണക്കുകളിൽ കാണിക്കുന്നതിനായി അവരെ ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തി ഇത്ര കുടുംബങ്ങൾ മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും അവരുടെയൊന്നും പേരുകൾ മാറുന്നില്ല. അവർക്ക് കൃത്യമായി എന്താണ് ഈ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകൾ എന്നറിയില്ല. അവർ പാവപ്പെട്ടവരാണ്, അതിദരിദ്രരാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് ഒരുപക്ഷെ ഈ പ്രാർത്ഥനകൾക്ക് ശേഷം നല്ല ഭക്ഷണം ലഭിക്കും, മരുന്നുകൾ ലഭിക്കും. അപ്പോൾ അവരതൊക്കെ വിശ്വസിച്ച് മാത്രമാണ് ഈ വലിയ കൊടിയ ചൂഷണത്തിന് ഇരയാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ അവിടെ നിന്ന് തന്നെ നൽകാൻ കഴിയുന്ന വിവരം നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് തന്നെ നൽകിയത്, അവിടെയുള്ള വനവാസികൾ ഈ ചൂഷണം തിരിച്ചറിയുന്നുണ്ട്, അവർ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണ ശേഷി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും. അവർ തനതു പാരമ്പര്യം വച്ചു പുലർത്തുന്ന ഒരു ഗോത്ര വിഭാഗമാണ്. പൈതൃക സംസ്കാരം അവർക്ക് ഉള്ളിലുണ്ട്. അതുകൊണ്ട് അതുതന്നെ അവർ മുന്നോട്ട് പിടിക്കും. ഏതൊക്കെ ശക്തികൾ വിചാരിച്ചാലും എന്തൊക്കെ പ്രലോഭനങ്ങൾ നടത്തിയാലും അവരെ ഒന്നും മറ്റൊരു മതത്തിലേക്ക് വലിച്ചു മാറ്റപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പ്രതിനിധി എസ് ശ്രീകാന്താണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളും അവിടുത്തെ യഥാർത്ഥ വസ്തുതയും നമ്മളോടൊപ്പം പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. അർബൻ മാവോയിസ്റ്റുകൾക്കെതിരായ റിപ്പോർട്ടുകളും പൂഴ്ത്തി സംസ്ഥാന സർക്കാർ. ജനകീയ സമരങ്ങളിൽ നുഴഞ്ഞു കയറിയായിരുന്നു ഇവരുടെ പ്രവർത്തനം. കൊച്ചിയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകരബന്ധമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി ലഭിച്ചിരുന്നു. അർബൻ മാവോയിസ്റ്റുകൾ വഴിയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ പുരോഹിതരടക്കമുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്നത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, നമ്മളിപ്പോൾ ഛത്തീസ്ഗഡിലെ പല വനവാസി മേഖലകളിലെയും സാഹചര്യം വിലയിരുത്തുകയുണ്ടായി. അവിടെ സാധാരണക്കാർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിൽ ക്രിസ്തീയ മത പുരോഹിതർ എത്തുന്നുണ്ട്. അവർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട്, അല്ലെങ്കിൽ മാവോയിസ്റ്റ് സഹായം ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ അർബൻ മാവോയിസ്റ്റുകൾക്കെതിരായ റിപ്പോർട്ടുകൾ നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിൽ വരുന്നുണ്ട്. പക്ഷേ അത് സംസ്ഥാന സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ജനകീയ സമരങ്ങളിലും ഇത്തരത്തിലുള്ള ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്നുള്ള ചില രഹസ്യ വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള യാതൊരു നടപടിയോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണമോ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണോ വസ്തുത? രോഹിണി, കഴിഞ്ഞ ദിവസങ്ങളിലാണ് സീറോ മലബാർ സഭയിലെ 3 വൈദികർ ഉൾപ്പെടെയുള്ള 12 പേർക്കെതിരെ കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകിയത്. അതായത് ഈ 12 പേർക്കെതിരെ അന്വേഷണം വേണം, സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ഈ 12 പേർക്കും മാവോയിസ്റ്റ് ഭീകരരുമായി വലിയ ബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട്. അതുകൂടാതെ തന്നെ ദേശവിരുദ്ധ സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് പിന്നീട് ഇവർ ആ പണം വെളുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു കാത്തലിക് ഫോറം ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, വസ്തുതകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് നേരത്തെ തന്നെ സംസ്ഥാന ഇന്റലിജൻസിന് അർബൻ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചില തെളിവുകൾ ലഭിച്ചിരുന്നു. ഇക്കാര്യം റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന ഇന്റലിജൻസ് സർക്കാരിലേക്ക് കൈമാറി. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ യാതൊരു തരത്തിലും നടപടി സ്വീകരിച്ചില്ല, പകരം നിശബ്ദത പാലിച്ചു എന്നുള്ളതാണ് ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ അർബൻ മാവോയിസ്റ്റുകൾ വഴിയാണ് ഈ പുരോഹിതർ ഈ പറയുന്ന മാവോയിസ്റ്റ് ഭീകരരുമായിട്ട് ബന്ധം പുലർത്തിയത്, ഈ പണം നേടിയെടുത്ത ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന മറ്റൊരു വിവരം. എന്തായാലും ഈ പുരോഹിതർക്കെതിരെ അന്വേഷണം വ്യാപിപ്പിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ അർബൻ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ ശക്തമായിട്ടുള്ള പരിശോധനയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ അന്വേഷണം വേണമെന്നുള്ളതാണ് നിലവിൽ ഉയരുന്ന ഒരു ആവശ്യം. നേരത്തെ ഈ കൊച്ചി കേന്ദ്രമാക്കിയുള്ള അല്ലെങ്കിൽ കേരളത്തിലെമ്പാടുമുള്ള ജനകീയ സമരങ്ങൾ ഹൈജാക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഈ പറയുന്ന അർബൻ മാവോയിസ്റ്റുകൾ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചത്. ഈ നഗര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റ് ഭീകരരുടെ ആശയങ്ങൾ, അവരുടെ മാവോയിസ്റ്റ് ഭീകരവാദത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്തുക, ഇതാണ് ഈ അർബൻ മാവോയിസ്റ്റുകൾ ലക്ഷ്യമിട്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് നവമാധ്യമങ്ങൾ അടക്കം ഉപയോഗിക്കുകയും അതിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ അർബൻ മാവോയിസ്റ്റുകളുമായിട്ട് പുരോഹിതർ ബന്ധമുണ്ടാക്കി പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായിട്ട് മറ്റ് ഇടപാടുകൾ നടത്തുകയായിരുന്നു പതിവ്. എന്തായാലും ഈ നേരത്തെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നാഗ്പൂരിൽ അറസ്റ്റിലായി. ഇക്കഴിഞ്ഞ മെയ്യിലാണ് നാഗ്പൂരിൽ 2 പേർ അറസ്റ്റിലായത്, ഈ സിദ്ദിഖിയും റജാസും. ഇരുവരും നേരത്തെ കൊച്ചിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് വിവരം. ഇതടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് സംസ്ഥാന ഇന്റലിജൻസ് സർക്കാരിന് കൈമാറിയത്. പക്ഷേ ആ റിപ്പോർട്ടുകൾ കേന്ദ്രീകരിച്ച് തുടർ നടപടിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ കടന്നില്ല, പകരം അതിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. എന്തായാലും അർബൻ മാവോയിസ്റ്റുകൾ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ്, നോക്കുകുത്തിയാവുകയാണ് സർക്കാർ സംവിധാനം എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. രോഹിണി. ശരി, രേഷ്മ ബാബു ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പുതൻ പുലരിയിൽ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്കിനി അടുത്ത മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഛത്തീസ്ഗഡ് വനവാസി ഗ്രാമങ്ങളിൽ പരിധികൾ ലംഘിച്ച് മതപരിവർത്തനം. മതം മാറ്റൽ മലയാളി കന്യാസ്ത്രീകളുടെയും പാസ്റ്റർമാരുടെയും നേതൃത്വത്തിൽ ജനം TV വാർത്താ സംഘം ബസ്തറിൽ. അർബൻ മാവോയിസ്റ്റുകൾക്കെതിരായ റിപ്പോർട്ടുകൾ പൂഴ്ത്തി സംസ്ഥാന സർക്കാർ. കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ പുരോഹിത ബന്ധം അർബൻ മാവോയിസ്റ്റുകളിലൂടെ. പരാതിയിന്മേൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണം ഉടനുണ്ടായേക്കും. മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ ഇന്ന് പാർലമെന്റിൽ. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അവതരിപ്പിക്കും. NDA പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ. (24/7) നമ്മളുടെ ഭൂമിയെ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതൊന്ന് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പോലാർ സൺസിങ്കർനെറ്റ് ഓർബിറ്റാണ്. അപ്പം എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ആയപ്പോൾ സാറ്റലൈറ്റ് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം എവറി 12 days കംപ്ലീറ്റ് എർത്ത് സ്കാൻ ചെയ്യും. നൈസർ വിജയപാതയിലെന്ന് ISRO ചെയർമാൻ. ഉപഗ്രഹം പരീക്ഷണ ഘട്ടങ്ങൾ മറികടന്ന് മുന്നോട്ട്. ഡിസംബറിൽ സെമി ഹ്യൂമനോയിഡ് റോബോട്ടിനെ വിക്ഷേപിക്കുമെന്നും ഡോക്ടർ V നാരായണൻ. ജനം ബിഗ് എക്സ്ക്ലൂസീവ്. മലബാർ റിവർ ഫെസ്റ്റിവൽ മറവിൽ കാനനയാത്ര സകല ചട്ടങ്ങളും ലംഘിച്ച്. മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകി ഗ്രീൻ മൂവ്മെന്റ്. പ്രവേശനം നിരോധിച്ച വെള്ളരിമല യാത്ര മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രത്യേക താൽപര്യപ്രകാരം. വീണ്ടും അതിതീവ്ര മഴ. എറണാകുളത്തും ഇടുക്കിയിലും തൃശൂരിലും റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. കനത്ത കാറ്റിനും സാധ്യത. ഗാസ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന പ്രദേശം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നീക്കം. സൈനിക നടപടി വൈകാതെയെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ജമ്മുകശ്മീരിലെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിട്ട് ഇന്നേക്ക് 6 വർഷം. നിർണായക നീക്കത്തിലൂടെ ഭീകരപ്രവർത്തനം 80% അമർച്ച ചെയ്യാനും വികസനമെത്തിക്കാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ് അല്ലെങ്കിൽ സുപ്രധാന ചുവടുവയ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത്. ഇന്നേക്കത് 6 വർഷം തികയുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായത് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി
അനിവാര്യമാണ്. ഭീകരപ്രവർത്തനം 80% തുടച്ചു നീക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള വികസനം ആ പ്രദേശത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയല്ലേ പരമപ്രധാനമായ വസ്തുത. അതുതന്നെയാണ് രോഹിണി. അതായത് ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം എടുത്തിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്നാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ച നടപടി എന്നത്. അത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി മോദി സർക്കാരിന് തുടർഭരണം ലഭിക്കുകയും അതിനുശേഷം പിന്നീട് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് അമിത്ഷാ എത്തുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നായി ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടി. നമുക്കറിയാം, അതിനു മുൻപ് ജമ്മു കാശ്മീരിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ കശ്മീർ നമ്മളുടെ അവിഭാജ്യ ഘടകമായി നിലനിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ പോലും അവിടെ ഒരു പ്രത്യേക ഭരണഘടനയും പ്രത്യേക സിസ്റ്റവും നിലനിന്നിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ, തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ കശ്മീർ താഴ്വരയിൽ രൂപപ്പെട്ടു. സൈന്യത്തിന് നേരെ കല്ലേറ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു നിത്യസംഭവമായിരുന്നു. നമ്മൾ ജമ്മു കാശ്മീരിൽ പോകുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാം, അവിടെ സ്ത്രീകൾ വരെ കല്ലുകൾ കയ്യിലേന്തുകയും സൈന്യത്തിന് നേരെ കല്ലുപെറുക്കിയെറിയുകയും ഒക്കെ ചെയ്യുന്ന ഭാരതവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തുടർച്ചയായി ജമ്മു കാശ്മീരിൽ അന്ന് നടന്നിരുന്നു. എപ്പോഴും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. പാകിസ്ഥാൻ്റെ പതാകയുമേന്തിയുള്ള പ്രകടനങ്ങൾ, അത്തരം കലാപരിപാടികളാണ് ജമ്മു കാശ്മീരിൽ ആ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നത്. മാത്രമല്ല, ഈ ആർട്ടിക്കിൾ 370 ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഭാരതത്തിലെ മറ്റു പൗരന്മാർക്ക്, ജമ്മു കാശ്മീരിന് പുറത്തുള്ള മറ്റു പൗരന്മാർക്ക് കശ്മീരിലേക്ക് കടന്നു ചെന്ന് അവിടെ വസ്തുക്കൾ വാങ്ങുവാനോ അവിടെ ഒരു കച്ചവട സ്ഥാപനം ആരംഭിക്കുവാനോ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തുടങ്ങാനോ ഒന്നും കഴിയാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അതായത് ഭാരതത്തിൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ പോലും ജമ്മു കാശ്മീരിൽ ബാധകമാകുന്നില്ല. അതിന് അവിടുത്തെ നിയമസഭയുടെ പിന്തുണ വേണം. അവിടുത്തെ നിയമസഭ അത് അംഗീകരിച്ചാൽ മാത്രമേ ഈ ബില്ലുകൾ അവിടെ യാഥാർത്ഥ്യമാകൂ. ഇങ്ങനെയുള്ള ആകെ ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ മുഴുവൻ ഭൂപ്രദേശങ്ങളിലും നമുക്ക് ലഭിക്കേണ്ടതായ, ഭരണഘടന നമുക്ക് നൽകേണ്ടതായ അവകാശങ്ങളൊന്നും ജമ്മു കാശ്മീരിൽ ആ കാലഘട്ടങ്ങളിൽ ലഭിച്ചിരുന്നില്ല. അതിനാൽ തന്നെയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ളവരും ദേശീയ പുരുഷന്മാരുമെല്ലാം വിവിധ കാലഘട്ടങ്ങളിൽ ഈ ആർട്ടിക്കിൾ 370 മരവിപ്പിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവായ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനം പോലും ഈ ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നടന്നിട്ടുള്ളത്. ഭാരതത്തിൻ്റെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ സർദാർ വല്ലഭഭായ് പട്ടേൽ, അങ്ങനെയുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഈ ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്നത് തെറ്റാണ് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആളുകളാണ് ഈ ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് ഇത്തരം പ്രത്യേക അധികാരം വയ്ക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും അങ്ങനെ ജമ്മു കാശ്മീർ ഒരു പ്രത്യേക പ്രദേശമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയുമായിരുന്നു. എന്നാൽ 2019 ആ ധീരമായ നിലപാട് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൈക്കൊണ്ടു. അദ്ദേഹം 2019 മഴക്കാല സമ്മേളനത്തിലാണ് ഓഗസ്റ്റ് മാസം 5-ാം തീയതി 11 മണിക്ക് ലോക്സഭയിൽ അദ്ദേഹം ആദ്യം ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് രാജ്യസഭയിലും പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ജമ്മു കാശ്മീരിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഒന്ന്, ഭീകരപ്രവർത്തനങ്ങൾ ഏതാണ്ട് 80% അവിടെ കുറവ് വന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സൈന്യത്തിനെതിരെയുള്ള കല്ലേറ് എന്നത് ജമ്മു കാശ്മീരിൽ കേവലം ഓർമ്മകൾ മാത്രമാണ്. 2019 ശേഷം അത്തരം കല്ലേറുകൾ ഉണ്ടാകുന്നില്ല. മാത്രമല്ല, താഴ്വരയിൽ ഭീകരപ്രവർത്തനങ്ങൾ ഏതാണ്ട് 80% കുറയുന്നുണ്ട്. ഇപ്പോൾ പഹൽഗാം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും മുൻപ് അതായിരുന്നില്ല. മുൻപ് തുടർച്ചയായി ജമ്മു കാശ്മീരിൽ ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അമർനാഥ് തീർത്ഥാടകർക്ക് നേരെയാണെങ്കിലും കശ്മീരിൽ ശേഷിക്കുന്ന പണ്ഡിറ്റുകൾക്ക് നേരെയാണെങ്കിലും ഒക്കെ തുടർച്ചയായി അവിടെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈന്യത്തെ കല്ലെറിയുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നയാ കശ്മീർ എന്ന നരേന്ദ്രമോദിയുടെ സങ്കല്പം അത് കൂടുതൽ യാഥാർത്ഥ്യമാകുന്നു. കാരണം ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ ജമ്മു കാശ്മീരിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. മുൻപും കശ്മീരിലേക്ക് പോകണമെന്ന് വിനോദസഞ്ചാരികൾക്കുണ്ട്. കാരണം ലോകത്തിലെ തന്നെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് കശ്മീർ. അത്രത്തോളം ഭൂപ്രകൃതി അനുഗ്രഹീതമായിട്ടുള്ള പ്രദേശമാണ്. ഒരിക്കൽ പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും അവിടേക്ക് പോകണം. അതിനാൽ തന്നെ ഭൂമിയിലെ സ്വർഗം എന്ന് നാം വിശേഷിപ്പിക്കുന്ന കശ്മീരിലേക്ക് ആളുകൾക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. തുടർച്ചയായ ഭീകരാക്രമണങ്ങളും വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന ഇസ്ലാമിക ഭീകരവാദം അത് ആളുകളെ അവിടേക്ക് പോകുന്നതിൽ തടഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ഓരോ വർഷവും ഇപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് എത്തുകയാണ്. അവിടുത്തെ പ്രകൃതി രമണീയമായ സൗന്ദര്യം അത് കൃത്യമായി കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി ഭാരതത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇപ്പോൾ ആളുകൾ എത്തുന്നു. അങ്ങനെ ഈ ടൂറിസ്റ്റുകൾ എത്തുന്നതോടുകൂടി അവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുതൽ വരാൻ തുടങ്ങി. അവിടെ തദ്ദേശീയരായി ഒരുപക്ഷെ ആർട്ടിക്കിൾ
ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുന്നതിനെതിരെ വലിയ സമരം തെരുവിൽ നടത്തിയ ആളുകൾ പോലും ഇപ്പോൾ അത് നന്നായി എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ തന്നെ റിപ്പോർട്ടർമാരൊക്കെ അടുത്ത കാലത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തൊക്കെ നമ്മൾ കശ്മീരിൽ നിന്നുള്ള ധാരാളം റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിൽ തന്നെ അവിടുത്തെ തദ്ദേശീയരായ ആളുകൾ തന്നെ പറയുന്നു, അന്ന് ഞങ്ങൾ ഈ നിലപാടിനെ വിമർശിച്ചിരുന്നു. നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അതിനെതിരായിരുന്നു. ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ഞങ്ങൾക്ക് തന്നെ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് കശ്മീരിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ തദ്ദേശീയരായ ബിസിനസ് മുന്നോട്ട് വെച്ച് ജീവിച്ചിരുന്ന ആളുകൾ, കാരണം അവിടുത്തെ പ്രധാനപ്പെട്ടത് കൃഷി ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചെറിയ ചെറിയ കച്ചവടമൊക്കെ തന്നെയാണ് കശ്മീരിലെ ആളുകളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗമെന്ന് പറയുന്നത്. അപ്പോൾ അതിനെല്ലാം വലിയൊരു ബൂസ്റ്റിംഗ് നൽകുന്നതാണ് ഈ ആർട്ടിക്കിൾ 370 മരവിപ്പിച്ച നടപടി എന്ന് കശ്മീരിലെ തദ്ദേശീയർ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം എയിംസ് ഉൾപ്പെടെ അല്ലെങ്കിൽ പുതിയ റോഡുകൾ, പുതിയ വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങൾ, അങ്ങനെ വിവിധ നിലയിൽ വികസനവും ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാലും ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിന് ശേഷം കശ്മീരിലേക്ക് ആ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി എത്തിക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നിർണായക ചുവടുവെപ്പ് നടത്തിയിട്ട് ഇന്നിപ്പോൾ 5 വർഷങ്ങൾ പൂർത്തിയാകുന്നു. 2019 ഓഗസ്റ്റ് 5-നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ നിർണായകമായ പ്രഖ്യാപനം നമ്മുടെ പാർലമെന്റിൽ നടത്തിയത്. രോഹിണി. ശരി ഗൗതം. ജമ്മു കാശ്മീരിലെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിട്ട് ഇന്നേക്ക് 6 വർഷം. നിർണായക നീക്കത്തിലൂടെ ഭീകരപ്രവർത്തനം 80% അമർച്ച ചെയ്യാനും വികസനം എത്തിക്കാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു. വിശകലനങ്ങളുമായി ചേർന്നത് ഗൗതം അനന്തനാരായണനാണ്. മറ്റു വാർത്തകളിലേക്ക്. സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ യൂണിവേഴ്സിറ്റി നിലപാട് മറച്ചുവെച്ച് കേരള സർവകലാശാല അഭിഭാഷകൻ. സർവകലാശാല തയ്യാറാക്കിയ വസ്തുതാ വിവരണത്തിന് പകരം ഹർജിക്കാരന് അനുകൂലമായി സത്യവാങ്മൂലം തയ്യാറാക്കി ഇടത് അനുകൂലിയായ അഭിഭാഷകൻ നൽകുകയായിരുന്നു. അഭിഭാഷകനോട് വിശദീകരണം തേടാൻ രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പന് VC നിർദ്ദേശം നൽകി. ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു അനിൽകുമാർ കോടതിയെ സമീപിച്ചത്. വിനീഷ് ചേരുന്നു. വിനീഷ്, സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ഈ യൂണിവേഴ്സിറ്റി നിലപാട് മറച്ചുവെച്ചുകൊണ്ട് എങ്ങനെയാണ് കേരള സർവകലാശാല അഭിഭാഷകൻ മുന്നോട്ട് പോയത്? ഈ അഭിഭാഷകൻ ഒരു ഇടത് അനുകൂലി ആയതുകൊണ്ടാണോ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത്? എന്തായിരുന്നു ആ നീക്കവും? തീർച്ചയായിട്ടും നേരത്തെ തന്നെ കൃത്യമായ രീതിയിൽ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുള്ള നടപടികൾ രജിസ്ട്രാറായിരുന്ന മുൻ രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുള്ള നടപടികൾ VC നടത്തുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് VCയുടെ ആ ഒരു നിലപാടിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സിൻഡിക്കേറ്റിൽ തന്നെ ഇടതുപക്ഷ അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരു പ്രത്യേക യോഗം ചേർന്നു. ആ പ്രത്യേക യോഗത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. ഈ രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത നടപടിയെ റദ്ദാക്കിക്കൊണ്ടുള്ള സസ്പെൻഷൻ എന്ന തരത്തിലേക്ക് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയ നിലപാടിനെ അതിന് സമാനമായ നിലപാടായിരുന്നു കോടതിയിൽ ഇടതുപക്ഷ അഭിഭാഷകൻ, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ട ഈ ഒരു നിയമം കൃത്യമായി നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ ഈ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാടിന് അനുകൂലമായ തരത്തിലുള്ള യൂണിവേഴ്സിറ്റി നിലപാട് ഇത്തരത്തിലാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ വൈസ് ചാൻസലർ പ്രത്യേകിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഇടതുപക്ഷ അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരു പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേർന്നതും. ഈ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് മുൻ രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി, വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദ് ചെയ്യണമെന്ന ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ വൈസ് ചാൻസലർ നേരത്തെ ഈ അഭിഭാഷകന്, നമ്മുടെ സർവകലാശാലയിലെ അഭിഭാഷകന് നൽകിയ നിലപാട് ഇത്തരത്തിലായിരുന്നു. ഇദ്ദേഹം കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി, അതുകൊണ്ട് തന്നെ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു എന്നായിരുന്നു VC കോടതിയെ അറിയിക്കാൻ, വൈസ് ചാൻസലർ കോടതിയെ അറിയിക്കാൻ അഭിഭാഷകരെ അറിയിച്ചിരുന്നത്. പക്ഷേ സർവകലാശാല അഭിഭാഷകനാകട്ടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കൊപ്പം നിന്ന് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയ അനധികൃത സിൻഡിക്കേറ്റ് യോഗത്തെ ശരിവെച്ചുകൊണ്ടുള്ള ഒരു നിലപാട് കോടതിയെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. അതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. ഈ ഘട്ടത്തിൽ കൃത്യമായി തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വൈസ് ചാൻസലർ നൽകിയ നിലപാട് മാറ്റിക്കൊണ്ട് കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ
യൂണിവേഴ്സിറ്റി അഭിഭാഷകൻ തയ്യാറായത് എന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു വിഷയത്തിൽ വിശദീകരണമാണ് ചോദിക്കാനായി ഇപ്പോഴത്തെ രജിസ്ട്രാറായ മിനി കാപ്പനോട് ഈ അഭിഭാഷകനോട് വിശദീകരണം ചോദിക്കാൻ വൈസ് ചാൻസലർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ കോടതിയിൽ CPM-ന്റെ കളികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുകൂലികളുടെ കളികൾ വലിയ തോതിൽ നടക്കുന്നു. പ്രത്യേകിച്ച് സർവകലാശാല അഭിഭാഷകനായി ഇപ്പോഴത്തെ അഭിഭാഷകനെ നിയമിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ സർക്കാരിന് അനുകൂലമായ നിലപാടുകൾ കോടതിയിൽ അറിയിക്കാനുള്ള അത്തരത്തിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഈ അഭിഭാഷകൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ കൃത്യമായ തരത്തിൽ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക്. പാലക്കാട് ലക്കിടിയിലെ മഹാകവി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സംസ്ഥാന സർക്കാരിന് സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിനെ ഏൽപ്പിക്കാൻ തയ്യാറാവണമെന്ന ആവശ്യം ശക്തം. പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലത്തോടും സ്മാരകത്തോടും കടുത്ത അനീതിയാണ് കാട്ടുന്നതെന്നും സ്മാരകം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണെന്നും BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ പറഞ്ഞു. ഭാഷയെ സ്നേഹിക്കുന്നവർ, കലയെ സ്നേഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം ഈ തരത്തിൽ തകർച്ചയിൽ എത്തിയതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഈ കേരള ഗവൺമെൻറ്റിലെ സാംസ്കാരിക വകുപ്പാണ്, കേരള ഗവൺമെൻറ് ആണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുക. നമുക്കറിയാം, ഈ നിൽക്കുന്ന സ്മാരകം അതിൻ്റെ മേൽക്കൂരയിലൊക്കെ ഫ്ലക്സ് വെച്ചിട്ടാണ് മഴവെള്ളം ഉള്ളിൽ കടക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്. ഓരോരോ ഭാഗങ്ങൾ ഇടിഞ്ഞു കൊണ്ടിരിക്കുന്നു. ഇതിനോട് തീർത്തും അവഗണന. ഇവിടെ ഭരണസമിതിയിൽ കയറൽ മാത്രമാണ് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഉദ്ദേശം. അതിലപ്പുറത്ത് നന്നാക്കാനുള്ളൊരു സ്റ്റെപ്പ് ഇവിടുന്ന് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് കേരള ഗവൺമെന്റിനോട്, പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ, ഇത് സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ, ഇത് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്ന കാര്യം ഭാരതീയ ജനതാ പാർട്ടി അതിന് തയ്യാറാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട് ലക്കിടിയിലെ മഹാകവി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സംസ്ഥാന സർക്കാരിന് സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയരുകയാണ്. അത്തരത്തിൽ സംസ്ഥാന സർക്കാർ അത് ചെയ്യുന്നില്ല എങ്കിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിനെ ഏൽപ്പിക്കാൻ തയ്യാറാകണം എന്നുള്ള ആവശ്യവും കൂടി ഉയരുന്നുണ്ടല്ലോ. ഏത് രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഈ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം നാശോന്മുഖമായിരിക്കുന്നത്? പാലക്കാട് ലക്കിടി കിള്ളിക്കുറിശി മംഗലത്താണ് ഈ മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് തന്നെയാണ് ഇത്തരമൊരു സ്മാരകം ഉള്ളത്. പക്ഷേ നിലവിൽ ആ സ്മാരകത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഓടുകളും മറ്റും വീഴുന്നു, ചുവരുകളും മറ്റുമൊക്കെ വളരെ ബലക്ഷയം വന്ന് എപ്പോഴും വീഴാവുന്ന തരത്തിൽ, അതായത് കാലപ്പഴക്കം കൊണ്ട് വീഴാവുന്ന തരത്തിലാണ് അതിൻ്റെ മറ്റ് ചുവരുകളും മറ്റുമൊക്കെ ഉള്ളത്. ഒപ്പം തന്നെ ഈ സ്മാരകത്തിനെ എടുത്തു നോക്കുന്ന സമയത്ത് സ്മാരകത്തിൻ്റെ മുകൾ വശത്ത് ഈ ഓടുകൾ വീഴുന്നതിനൊപ്പം തന്നെ ഈ ഫ്ലക്സ് ഷീറ്റ് മറച്ചുകൊണ്ടാണ് ചോർച്ച മറ്റും തടയുന്നതിന് വേണ്ടി അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ അതിനെ കാലപ്പഴക്കം കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നു ആ കെട്ടിടം എന്നുള്ളത് ഒറ്റ കാഴ്ചയിൽ തന്നെ വ്യക്തമാവുന്നു എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം BJP പ്രതിനിധികൾ, BJPയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായ P. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സന്ദർശിക്കുകയുണ്ടായി. അതിനുശേഷമാണ് അവർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്മാരകം ഇത്തരത്തിൽ സംരക്ഷിക്കുന്നതിന് അവർക്ക് കഴിയില്ല എങ്കിൽ അത് കേന്ദ്ര സാംസ്കാരിക വകുപ്പിനെ വിട്ടു നൽകണം എന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിനും കേന്ദ്ര സർക്കാരിനും ഇത് സംബന്ധിച്ച് ഈ സ്മാരകം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഒരു നിവേദനവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ നമുക്കറിയാം, കുഞ്ചൻ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായ കുഞ്ചൻ നമ്പ്യാർ, അദ്ദേഹത്തിനെ സ്നേഹിക്കാത്ത ഭാഷാ പഠനത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഭാഷാ പഠനം മാത്രമല്ല, കലാപഠനത്തിലും അദ്ദേഹത്തെ സ്നേഹിക്കാത്ത, അദ്ദേഹത്തിനെ ബഹുമാനിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നുള്ളത് നിസ്സംശയം തന്നെ നമുക്ക് പറയാനാവും. കാരണം ഒട്ടംതുള്ളൽ എന്ന ആ കലാരൂപം അദ്ദേഹം കണ്ടുപിടിച്ചതായാലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കവിതകളാണെങ്കിലും ഒക്കെ മലയാളികളെ
കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. ഭാഷാ പഠനത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകൾ എത്രത്തോളം മഹത്തരമാണ് എന്നുള്ളത് നമ്മൾ കുഞ്ഞുനാളിലെ സ്കൂൾ കാലം മുതലേ എല്ലാ കുട്ടികളും പഠിച്ചിട്ടുള്ള, മലയാളികളും പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജന്മസ്ഥലം എന്നുള്ളതാണ് പാലക്കാട് കിള്ളിക്കുറിശി മംഗലത്തുള്ള പ്രദേശം. ആ പ്രദേശത്തോടും അതുപോലെ തന്നെ അവിടെയുള്ള സ്മാരകത്തോടും കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാന സർക്കാർ കടുത്ത അവഗണന കാണിക്കുന്നു എന്നുള്ള പരക്കെ പരാതിയും ആക്ഷേപവുമാണ് ഉയരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ തന്നെ ജനം TV തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ സ്മാരകത്തിലെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല എന്നും ഈ ശമ്പളം ലഭിക്കാതായതോടുകൂടെ തന്നെ അവിടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടും മറ്റും ഓട്ടംതുള്ളൽ പഠിപ്പിക്കുന്ന ഒരു കലാപഠന കേന്ദ്രം കൂടെ ഉണ്ടായിരുന്നു. ആ കലാപഠന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിൽക്കുന്ന ഒരു സ്ഥിതിയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനം യാതൊരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥയും അവിടെ ഉണ്ടായിരുന്നു. അതും സംസ്ഥാന സർക്കാർ ആ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തോട് കാണിച്ചിട്ടുള്ള കടുത്ത അവഗണനയുടെ ഭാഗമായിരുന്നു. അത് നമ്മൾ ജനം TV ഒക്കെ നിരന്തരമായിട്ട് വാർത്തകൾ നൽകിയതിന് ശേഷം അതിൽ പിന്നീട് ഒരു നടപടികൾ ഉണ്ടാവുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ ഇപ്പോഴും ഈ അവഗണന തുടരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. ഈ കെട്ടിടം കാലപ്പഴക്കം ചെന്നിരിക്കുന്നു. അതിന് മതിയായ അറ്റകുറ്റപ്പണികളും മറ്റും ഒന്നും നടത്താതെ ഇപ്പോൾ ഓടുകൾ വീഴുന്നു. മുകളിലാണെങ്കിൽ, മേൽക്കൂരയ്ക്ക് മുകളിലാണെങ്കിൽ ഒരു ഫ്ലക്സ് ഷീറ്റ് കൊണ്ട് മറച്ച് ചോർച്ച തടയുന്ന തരത്തിലാണ്. പലയിടത്തും ചുവരുകൾ ഏതു സമയവും നിലം പതിക്കാവുന്ന തരത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. ഏതായാലും BJP ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് വിട്ടു നൽകണമെന്നാണ് നിലവിൽ ഇപ്പോൾ BJP ആവശ്യപ്പെടുന്നത്. ശരി, അരുണാലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം എന്നീ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തെ വിവരങ്ങൾ അറിയാം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളവും തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളവും മഴ മുന്നറിയിപ്പുകൾ എപ്രകാരമാണ്? സംസ്ഥാനത്ത് നിലവിൽ മഴ പെയ്യുന്ന സാഹചര്യമാണുള്ളത്. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലുമെല്ലാം മഴ പെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് 3 ജില്ലകൾക്കാണ്. സംസ്ഥാനത്ത് അതിശക്തമായി തന്നെ മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുള്ളത്. അതോടൊപ്പം തന്നെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. 3 ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. അത് മധ്യമേഖല കേന്ദ്രീകരിച്ചാണ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഇടുക്കി, തൃശ്ശൂർ, എറണാകുളം ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നടക്കമുള്ള മുന്നറിയിപ്പുകളും വരുന്നുണ്ട്. മറ്റു ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ഒട്ടാകെ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്നത്. അത് മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലുമെല്ലാം മഴ കനക്കും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. പ്രധാനമായും മധ്യ കേരളം കേന്ദ്രീകരിച്ചാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഇടുക്കി മുതൽ തൃശ്ശൂർ വരെയുള്ള 3 ജില്ലകൾക്ക്, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ജില്ലകൾക്ക്, അതായത് തിരുവനന്തപുരം, കൊല്ലം, അതോടൊപ്പം തന്നെ മറ്റു ജില്ലകൾക്കും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കാരണം മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ, അതായത് 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉരുൾപൊട്ടൽ മേഖലകൾ, അതോടൊപ്പം തന്നെ തീരദേശ മേഖലകൾ, ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല ഉരുൾപൊട്ടൽ അടക്കമുള്ളവരും സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ അതത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകളെ കരുതലോടുകൂടി കാണണം. മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായി പാലിക്കണമെന്നത് അടക്കമുള്ള നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ ജീവിക്കുന്നവരും ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് പറയുന്നുണ്ട്.
ഇങ്ങനെ സംസ്ഥാനത്ത് ഒട്ടാകെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിലൂടെ പറയുന്നത്. വരും ദിവസങ്ങളിലും അടുത്ത 2 ദിവസവും സമാനമായ രീതിയിൽ തന്നെ മഴ കനക്കുകയും ചെയ്യും. നിലവിൽ തലസ്ഥാനത്തടക്കം മഴയുടെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് തലസ്ഥാന നഗരിയിലും മറ്റ് ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം മഴ പെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം പെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ തലസ്ഥാനത്തുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വരികയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിനുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ തകർത്ത് പെയ്യുകയാണ്. അത് കഴിഞ്ഞ ആഴ്ചകളിൽ ഉത്തര കേരളം, അതായത് മലബാർ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു മഴ ശക്തമായി പെയ്യുകയും അലർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നീട് മധ്യ കേരളത്തിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലേക്കും എത്തുന്നു. കഴിഞ്ഞ 3 ദിവസം തെക്കൻ കേരളത്തിലായിരുന്നു മുന്നറിയിപ്പ് കൂടുതലും ഉണ്ടായിരുന്നത്. അതിൽ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ സാധ്യതകൾ പ്രവചിച്ചിരുന്നു. ഇപ്പോൾ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത് മധ്യ കേരളത്തിലാണ്. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലയ്ക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ഇതിൽ മാറ്റം വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ശക്തമായി തന്നെ മഴയുണ്ടാകും, അതിതീവ്ര മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശരി പ്രശാന്ത്, നമുക്കിനി വടക്കൻ കേരളത്തിലെ സാഹചര്യം കൂടി വിലയിരുത്താം. കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, മഴ മുന്നറിയിപ്പ് തന്നെയാണോ ഇപ്പോഴും ഉള്ളത് വടക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം? രോഹിണി, കണ്ണൂർ, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം, അതുപോലെ വയനാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ച് രാവിലെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ പെയ്യുന്നൊരു സാഹചര്യം കോഴിക്കോടുണ്ട്. മാത്രമല്ല, മലയോര മേഖലകളിൽ ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്ന് രാവിലെയും അതിശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കാറ്റ് വീശിയതിനെ തുടർന്ന് പലയിടങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിലങ്ങാട് പോലുള്ള മലയോര മേഖലകളിൽ ഇന്നലെ മുതൽ തന്നെ വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. കോഴിക്കോട്, അതുപോലെ തന്നെ വയനാട്, കണ്ണൂര്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ അതിശക്തമായ മഴ ഇല്ല, ഇടവിട്ടുള്ള മഴ മാത്രമാണുള്ളത്. കോഴിക്കോട് നഗരപ്രദേശങ്ങളിൽ രാവിലെ മഴ അല്ലെങ്കിൽ ഈ സമയം മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്, മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും മഴ തുടരുകയാണെങ്കിൽ ഈ യെല്ലോ അലേർട്ടിലടക്കം മാറ്റം വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. രോഹിണി, ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തും വലിയ രീതിയിലുള്ള മഴ മുന്നറിയിപ്പുകൾ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നുണ്ട്. മഴക്കെടുതിയിൽ വൻ നാശനഷ്ടമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ ഇതുവരെ 179 മരണം റിപ്പോർട്ട് ചെയ്തു. ഉത്തരാഖണ്ഡിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പറയൂ കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒപ്പം മധ്യപ്രദേശിലുമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ മഴ, കനത്ത മഴ ലഭിച്ചിട്ടുള്ളത്. കൂടാതെ വലിയ നാശനഷ്ടവും ഈ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണും മഴക്കെടുതിയിലും വലിയ നാശനഷ്ടവും മരണവുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിൽ ഇതുവരെ 179 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാണ്ഡ്യ, കുളു മേഖലകളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. ഉത്തരാഖണ്ഡിൽ 50-ന് മുകളിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ 12-ലധികം ജില്ലകളിലാണ് കനത്ത നാശനഷ്ടവും വെള്ളപ്പൊക്കവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടങ്ങളിൽ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ എടുത്തു വരികയാണ്. ജനങ്ങളോട് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ ഉയർന്ന മേഖലകളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിശോധിച്ചുകൊണ്ട് മാത്രം യാത്ര ക്രമീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഉയർന്ന മേഖലകളിലേക്കുള്ള യാത്ര പോലീസ് ഇടപെട്ടുകൊണ്ട് തടയുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ മാണ്ഡ്യ, കുളു മേഖലകളിൽ റോഡ് ഇടിഞ്ഞു വീണുകൊണ്ടും ഒപ്പം റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. ഇവിടെ പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. ഇവിടങ്ങളിലേക്ക് സഹായം എത്തിക്കുന്നതിന് ദേശീയ ദുരന്ത നിവാരണ സേനയും ഒപ്പം സംസ്ഥാന പോലീസും ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഏതായാലും ഹിമാചൽ പ്രദേശിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 179 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ 50-ന് മുകളിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ 12-ലധികം ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷമായിട്ടുള്ളത്, വെള്ളപ്പൊക്കം രൂക്ഷമായിട്ടുള്ളത്. രോഹിണി, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.
ഇടവേളയ്ക്ക് ശേഷം തിരികെ വാർത്തകളിലേക്ക്. ഇസ്ലാം മറന്ന് സൗഹൃദം പാടില്ലെന്നും മതം മറന്നാൽ സംഘർഷമുണ്ടാകുമെന്നും മുന്നറിയിപ്പുമായി ജമാഅത്തെ ഇസ്ലാമി. ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണെന്നും നന്മ സ്ഥാപിക്കാൻ ആവശ്യമായ വഴി ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ മാത്രമേയുള്ളൂ എന്നുമാണ് വാദം. പറയാൻ കയ്യിലൊന്നും ഇല്ലാതാകുമ്പോഴാണ് കയ്യും കാലും വെട്ടുന്നതിനെക്കുറിച്ച് മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നതെന്നും ന്യായീകരണം. അത് കേട്ടാൽ യഥാർത്ഥത്തിൽ നമുക്ക് അതിന്റെ ഉള്ളുകള്ളികളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളും മൂളിയിരിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റ്. എന്താണ് മതം മറന്നുകൊണ്ട് നമുക്ക് സൗഹൃദപ്പെടാൻ കഴിയണം എന്ന് ചില ആളുകൾ പറയാറുണ്ട്. മതം മറന്നുകൊണ്ട് സൗഹൃദപ്പെടാൻ കഴിയണം എന്ന്. മതം മറന്നാൽ പിന്നെ എവിടെയാണ് സൗഹൃദം? പിന്നെ സംഘർഷങ്ങളാണല്ലോ ഉള്ളത്. അതുകൊണ്ടല്ലേ മുതലാളിത്തത്തിന്റെ ആളുകൾ നാഗരികതകൾ തമ്മിലുള്ള സംഘർഷം എന്നവർ തലക്കെട്ട് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? മതമൂല്യങ്ങളെ ഒഴിവാക്കിയാൽ, ദൈവിക മൂല്യങ്ങളെ ഒഴിവാക്കിയാൽ പിന്നെ അവിടെ ഉള്ളത് സംഘർഷമാണ്. പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ഞങ്ങളുടെ നിലപാട് ഇങ്ങനെ നേർക്ക് നേരെ നിന്നിട്ട് പറയാനുള്ളത് പറയുമെന്നതാണ്. പറയാനുള്ളത് പറയാൻ കയ്യിലൊന്നും ഇല്ലാതാകുമ്പോഴാണ് കയ്യും കാലും വെട്ടുന്നതിനെ കുറിച്ചുള്ള മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നത് എന്ന നിസ്സഹായതയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ചേരുന്ന വിവരങ്ങളുമായി അനഘ. വീണ്ടും അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസ്താവനയുമായി ജമാഅത്തെ ഇസ്ലാമി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്ലാം മതം മറന്ന് ഒരു സൗഹൃദവും പാടില്ല എന്ന് പറയുക മാത്രമല്ല, ഈ പറയുമ്പോൾ പലപ്പോഴും അത് സംസാരം മാത്രമായി ചുരുങ്ങുകയാണ്. അതല്ല, അവിടെ ആശയങ്ങളൊന്നും പറയാൻ കഴിയുന്നില്ല എങ്കിലാണ് അത് കയ്യും കാലും ഒക്കെ വെട്ടുന്ന തലത്തിലേക്ക് മാറുന്നത് എന്നുകൂടി പറയുമ്പോഴാണ് അതിൻ്റെ എത്രത്തോളം പ്രകോപനപരമായിട്ടാണ് ആ പ്രസംഗം എന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും രോഹിണി, 2047 ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മത തീവ്രവാദ സംഘടന അല്ലെങ്കിൽ മത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തെ ഇസ്ലാമിക രാജ്യം ആക്കുക എന്നതാണ്. അതിനു വേണ്ടിയാണ് അവർ അഹോരാത്രം പ്രയത്നിക്കുന്നത്. അത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതായത് മതം മറന്ന് സൗഹൃദം പാടില്ല എന്നാണ് പരസ്യമായി ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പറയുന്നത്. അത്തരത്തിൽ മതം മറന്ന് ഏതെങ്കിലും തരത്തിൽ സൗഹൃദം ഉണ്ടായാൽ അവിടെ സംഘർഷമാണ് ഉണ്ടാവുക, അല്ലാതെ സൗഹൃദമല്ല എന്ന് ഇതുപോലെ ഒരു നവോത്ഥാന സമൂഹത്തിൽ ഇരുന്നു കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതായത് മതം മറന്നുകൊണ്ട് ഒരു സൗഹൃദവും പാടില്ല, പ്രത്യേകിച്ച് ഇസ്ലാം മതം മറന്നുകൊണ്ട് ഒരു സൗഹൃദവും പാടില്ല. അതായത് ആളുകൾക്കിടയിലുള്ള സൗഹൃദത്തിനകത്തേക്ക് പോലും മതത്തിന്റെ വിഷം കുത്തിവെക്കാനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ നടത്തുന്നത് എന്നതാണ്. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, അതായത് പറയാൻ തങ്ങൾക്ക് ആശയപരമായി സംവാദം നടത്താൻ കഴിയാതെ വരുന്ന സമയത്താണ് തങ്ങൾ കൈയും കാലും വെട്ടുന്നതിനെ കുറിച്ച് പറയുക എന്ന് പരസ്യമായി പൊതുവേദിയിൽ ഒരു ഉളുപ്പുമില്ലാതെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഈ പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ്. അതായത് പറയാൻ തങ്ങൾക്ക് ആശയപരമായി സംവദിക്കാൻ തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ കൈയും കാലും വെട്ടുമെന്ന ഭീഷണി അത് പരസ്യമായി തന്നെ തങ്ങൾ പറയുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള സമൂഹത്തിനകത്തേക്ക് വിഷം ചീറ്റുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും തുടരുകയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് നടന്ന വിശദീകരണ യോഗത്തിലാണ് നേതാക്കൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല എല്ലാത്തിനുമുള്ള പരിഹാരം അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി പല സംഘടനകളും ഇപ്പോൾ അകന്നു നിൽക്കുന്നുണ്ട്. മുസ്ലിം സംഘടനകൾ പോലും അകന്നു നിൽക്കുന്നുണ്ട്. അവരൊക്കെ അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി അടുക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകൂ എന്നാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ തന്നെ പറയുന്നത്. അതായത് സമൂഹത്തിനകത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ രീതിയിലുള്ള വിഷം ചീറ്റുക, വിഷം കുത്തിവെക്കുക, ഇതാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ നേരത്തെയും ചെയ്തിരുന്നത്. അതിപ്പോഴും തുടരുകയാണ് രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്.
ഡൽഹിയിൽ ചെങ്കോട്ട പരിസരത്ത് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച 5 ബംഗ്ലാദേശികൾ പിടിയിൽ. ഇവരുടെ പക്കൽ നിന്ന് അനധികൃത രേഖകൾ പോലീസ് കണ്ടെടുത്തു. ഡൽഹിയിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താനുള്ള പരിശോധനകൾ തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഡൽഹി ചെങ്കോട്ട പരിസരത്ത് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച 5 ബംഗ്ലാദേശികൾ പിടിയിലായിട്ടുണ്ടല്ലോ. ഇവർ എങ്ങനെയാണ് അവിടം വരെ എത്തിയത്? രോഹിണി, ഡൽഹിയിൽ കൂലിപ്പണി എടുക്കുന്ന അല്ലെങ്കിൽ ഡൽഹിയിൽ വിവിധ തൊഴിൽ ചെയ്തുകൊണ്ട് കഴിഞ്ഞിരുന്ന ആളുകളെയാണ് ഇപ്പോൾ ചെങ്കോട്ട പരിസരത്ത് നടത്തിയിട്ടുള്ള പരിശോധനയിൽ പോലീസ് പിടികൂടിയിട്ടുള്ളത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇവർ കഴിഞ്ഞ കുറച്ചു കാലമായി ഡൽഹിയിൽ വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്തു വരികയാണ്. പക്ഷേ അനധികൃത കുടിയേറ്റക്കാരാണ്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശി തിരിച്ചറിയൽ കാർഡുകളും രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. പോലീസ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. കാരണം ഇവരെ പിടികൂടിയിട്ടുള്ളത് ചെങ്കോട്ട പരിസരത്ത് നിന്നാണ്. രാജ്യത്ത് ഈ സ്വാതന്ത്ര്യ ദിനത്തിലുൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുകയും മുൻപ് കർഷക സമരത്തിന്റെ കാലഘട്ടത്തിൽ ഖലിസ്ഥാൻ ഭീകരവാദികൾ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ള ചെങ്കോട്ട പരിസരത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. അവിടെ നടത്തിയിട്ടുള്ള റൂട്ടീൻ പരിശോധനയിലാണ്, സ്വാഭാവികമായി നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഈ 5 പേർ പിടിയിലായത്. നിലവിൽ നമുക്ക് ഡൽഹി പോലീസ് നൽകുന്ന വിവരം 5 പേരും 20നും 25നും വയസ്സിനിടയിൽ പ്രായമുള്ള യുവാക്കളാണ്. ഇവർ കഴിഞ്ഞ കുറച്ചു കാലമായി ഡൽഹിയിലെത്തിയിട്ട് അവർ ഇവിടെ വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്യുകയായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള രേഖകളും ഒപ്പം തിരിച്ചറിയൽ കാർഡുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. നിലവിലെ സാഹചര്യത്തിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും അവരെ നിയമ നടപടികളിലൂടെ നാടുകടത്തുന്നതിനുമുള്ള പ്രത്യേക പരിശോധന കഴിഞ്ഞ 2 മാസമായി തുടരുകയാണ്. അതിന് പ്രത്യേക നിർദ്ദേശം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നൽകിയിരുന്നു. കാരണം ഡൽഹിയിലെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ അവരുടെ യഥാർത്ഥ തിരിച്ചറിയൽ രേഖകൾ മറച്ചു വെച്ചുകൊണ്ട് താമസിക്കുന്നുണ്ട്, അനധികൃതമായി താമസിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ, റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പിന്നീട് ലഫ്റ്റനന്റ് ഗവർണറുടെ ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സംയുക്ത സംഘത്തെ രൂപീകരിക്കുകയും അവർ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്യുന്നത്. ഇതിനോടകം തന്നെ 1000-ലധികം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ നിയമ നടപടികളിലൂടെ നാടുകടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് റെഡ് ഫോർട്ട് പരിസരത്ത് നിന്ന് 5 ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടിയത്. നിലവിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്. രോഹിണി. ശരി ജിഷ്ണു. ഡൽഹിയിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താനുള്ള പരിശോധനകൾ തുടരുന്നതിനിടയിലാണ് 5 ബംഗ്ലാദേശി പൗരന്മാരെ, അതും ചെങ്കോട്ട പരിസരത്ത് അനധികൃതമായി അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. DCC പുനഃസംഘടന അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന കോൺഗ്രസ് പാളയത്തിൽ കരുനീക്കവും ശക്തമാകുന്നു. പ്രവർത്തന മികവില്ലാത്ത പ്രസിഡന്റുമാരെ മാറ്റിയും ഏതാനും ചിലരെ നിലനിർത്തിയും പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നീക്കം. തിരുവനന്തപുരത്ത് പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ളയാൾ DCC പ്രസിഡന്റ് ആകണമെന്ന ആവശ്യവും ശക്തമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വിവരങ്ങൾ. രോഹിണി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. DCC പുനഃസംഘടനയിലൂടെ നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ, KPCC DCC പുനഃസംഘടനകൾ നടത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. കേരളത്തിൻ്റെ തന്നെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ അടക്കം നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയാണ്. ഒട്ടുമിക്ക ജില്ലകളിലെയും DCC പ്രസിഡന്റുമാരെ മാറ്റിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിലവിൽ അത്ര കണ്ട് ആക്റ്റീവ് അല്ലാത്തവരെ അടക്കം മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യം ശക്തമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്നാൽ 5 ജില്ലകളിലെ DCC പ്രസിഡന്റുമാരെ മാറ്റാൻ സാധ്യതയില്ല എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ DCC പ്രസിഡന്റുമാരെ നിലനിർത്തിക്കൊണ്ട് ആയിരിക്കും പുനഃസംഘടന എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെയാണ്. തിരുവനന്തപുരത്ത് പാലോട് രവി രാജിവെച്ചതിന് ശേഷം N
ശക്തൻ ഒരു താൽക്കാലിക DCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണ്. എന്നാൽ തിരുവനന്തപുരത്ത് തന്നെ DCC പ്രസിഡന്റുമാരായിട്ടുള്ള തിരഞ്ഞെടുക്കുന്നതിന് ഒരു വലിയ പട്ടിക തന്നെ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ N ശക്തൻ, അതോടൊപ്പം തന്നെ ശരത്ചന്ദ്ര പ്രസാദ്, KS ശബരിനാഥൻ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സ്ഥിതിയാണ് നിലവിൽ ഈ KPCC DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പട്ടിക നിർണ്ണയവുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നത്. എന്തായാലും മറ്റൊരാവശ്യം എന്ന് പറയുന്നത് പിന്നോക്ക സമുദായത്തിൽ നിന്ന് ഒരാൾ തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റായി വരണമെന്നൊരു ആവശ്യവും പാർട്ടിക്കുള്ളിൽ ഏതാനും ഇന്നലെ ചില നേതാക്കൾ ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഈ പട്ടികകളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഈ ഭാരവാഹികൾ, അതായത് പ്രഖ്യാപനം ഉണ്ടാകണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന ഓഗസ്റ്റ് മാസം 10-ാം തീയതിക്കുള്ളിൽ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പട്ടികകളെല്ലാം പുറത്തു വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇത്തരം ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഗ്രൂപ്പ് വഴക്കടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും തള്ളിക്കളയാനാവില്ല. എന്തായാലും മുതിർന്ന നേതാക്കളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടായിരിക്കും ഇത്തരം നിയമനങ്ങൾ അതായത് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക എന്ന് നമുക്കറിയാം. എന്തായാലും ഉടനെ തന്നെ, അതായത് വരുന്ന 10-ാം തീയതിക്കുള്ളിൽ ഇത്തരത്തിൽ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്നത് KPCCയിൽ കാര്യമായ പുനഃസംഘടന ഉണ്ടാകില്ല എന്ന വിവരവും ലഭിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് തിടുക്കപ്പെട്ട നീക്കങ്ങൾ നടന്നു വരുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ ചില കരുനീക്കങ്ങളും നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രോഹിണി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഹനുമത് പ്രതിഷ്ഠയ്ക്ക് ഏറെ സവിശേഷതകളുണ്ട്. ക്ഷേത്രക്കുളത്തിനൊത്ത നടുക്കായി മഹാദേവന് അഭിമുഖമായാണ് ഹനുമാൻ സ്വാമിയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാണാം ആ വിശേഷങ്ങൾ. സാക്ഷാൽ മഹാരുദ്രൻ അഭിമുഖമായി രുദ്രാംശമായ വായുപുത്രൻ. തിരുവനന്തപുരം ശ്രീകാര്യത്തെ ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ അപൂർവ കാഴ്ച. ക്ഷേത്രക്കുളത്തിന് ഒത്ത നടുവിലായാണ് ആഞ്ജനേയന്റെ ശ്രീകോവിൽ. വെറ്റിലമാലയും അവിൽ നിവേദ്യവുമൊക്കെയാണ് ഭഗവാന്റെ ഇഷ്ട വഴിപാടുകൾ. പിന്നെ ഇവിടെ ഉപദേവനായിട്ട് ആഞ്ജനേയസ്വാമി കുടികൊള്ളുന്നുണ്ട്. കുളത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആഞ്ജനേയസ്വാമിയുടെ പ്രധാന വഴിപാട് എന്ന് പറയുന്ന അവൽ നിവേദ്യം, അതുപോലെ കാര്യസിദ്ധി പൂജ. വ്യാഴാഴ്ച തോറും ഇവിടെ കാര്യസിദ്ധി പൂജ നടന്നു വരുന്നുണ്ട്. ആ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ആഞ്ജനേയസ്വാമിയെ ഭജിക്കുന്നവർക്ക് അത് ഉദ്ദിഷ്ടകാര്യം സാധിച്ചെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. 21 വ്യാഴാഴ്ചകളിൽ കാര്യസിദ്ധി നടത്തി കഴിഞ്ഞാൽ കാര്യസിദ്ധി പൂജ നടത്തി കഴിഞ്ഞാൽ ആ ഉദ്ദിഷ്ടകാര്യം സാധിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആഞ്ജനേയന് അവൽ നിവേദ്യം അതാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇടിച്ചു പിഴിഞ്ഞ പായസം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള വഴിപാടുകളാണ്. 1000-ഓളം വർഷം പഴക്കമുള്ള ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിനുമുണ്ട് ഐതിഹ്യ പെരുമ. 1100 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പഴമക്കാർ പറയുന്ന സ്വയംഭൂവായിട്ടുള്ള മഹാക്ഷേത്രമാണ്, മഹാദേവ ക്ഷേത്രം കൂടിയാണ് ഈ ഇളംകുളം മഹാദേവ ക്ഷേത്രം. തിരുവിതാംകൂറിനേക്കാൾ പഴക്കം പറയുന്ന ഒരു ക്ഷേത്രം. ആയി രാജവംശത്തിൻ്റെ കാലത്ത് ഉണ്ടായി എന്ന് പറയപ്പെടുന്നൊരു ക്ഷേത്രം. ചൈതന്യം ദർശിച്ചത് മുതൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാലാന്തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഈ ക്ഷേത്രം ഇവിടെ എല്ലാം കൊണ്ടും വളരെ വിശേഷതയാണ്. ഒന്ന്, സ്വയംഭൂവായിട്ടുള്ള മഹാദേവ ചൈതന്യം, അതോടൊപ്പം തന്നെ ശക്തമായ നാഗദേവതയുടെ സാന്നിധ്യം, അയ്യപ്പൻ്റെ സാന്നിധ്യം, അതിവിശാലമായ കുളത്തിന് നടുക്കുള്ള
ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം. അത് ഹനുമാൻ സ്വാമി മഹാദേവനെ ദർശിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ തന്നെയാണ്. പ്രകൃതി ഇറങ്ങി വന്നിരിക്കുന്ന വളരെ ശാന്തവും സുന്ദരവും ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. തെക്കൻ കേരളത്തിൽ എന്ന് മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു ഗോശാല കൃഷ്ണൻ കൂടി ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഗോശാല കൃഷ്ണന് ഒരു വിശേഷത കൂടിയുണ്ട്. ഭഗവാന്റെ ശ്രീകോവിലിന് ചുറ്റുമുള്ള നാലമ്പലത്തിൽ, ചുറ്റമ്പലത്തിൽ, അതായത് ചതുശാലയിലാണ് പശുക്കളുള്ളത്. അതിലുപരിയായിട്ടുള്ളൊരു വിശേഷത അതിവിശാലമായ കുളത്തിൽ ഇളകൊള്ളുന്ന മഹാദേവനാണ്. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചൈതന്യം ദർശിച്ചത് ഇത് അകത്തുള്ള കുളത്തിന് നടുക്കുള്ള ഒരു വലിയ ശിലാഖണ്ഡത്തിലായിരുന്നു ആ സ്വയംഭൂ വിഗ്രഹം ആവിർഭവിച്ചത്. കാലക്രമേണ അത് ക്ഷേത്രത്തിൻ്റെ മറ്റും പകട്ടുകളിലേക്കും മട്ടുകളിലേക്കും ഒക്കെ മാറിയപ്പോഴും ഈ കുളത്തിന് നടുക്ക് അല്ലെങ്കിൽ കുളത്തിൽ ഇളകൊള്ളുന്ന ഈ മഹാദേവന് ധാര വളരെ പ്രിയങ്കരമാണ്. അതുകൊണ്ട് തന്നെ 108 കുടം അഭിഷേകം, ധാര, ഇത് നിത്യം നടന്നു വരുന്നൊരു ക്ഷേത്രം കൂടിയാണ് ഇളംകുളം മഹാദേവ ക്ഷേത്രം. അപൂർവ ഇനത്തിൽപ്പെട്ട 10-ലധികം ഗോക്കളെ സംരക്ഷിക്കുന്ന ഗോശാലയും അതിന് നടുക്കായുള്ള ഗോശാലകൃഷ്ണന്റെ ഭവ്യമന്ദിരവും ഇളംകുളം ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ജനം, തിരുവനന്തപുരം. ഇടവേളയിലേക്ക്. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ്. എറണാകുളം ഉൾപ്പെടെ 3 ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലേർട്ട്. എറണാകുളം ജില്ലയുടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. കൊച്ചി സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എറണാകുളത്ത് റെഡ് അലേർട്ടാണ്. അതിനിടയിൽ ഈ ശക്തമായി പെയ്ത മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥ? രോഹിണി, അതിതീവ്ര മഴ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിലവിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നഗരഹൃദയം, അതായത് കൊച്ചി നഗരത്തിലെ സർവീസ് റോഡുകളും ഇട റോഡുകളും ഒക്കെ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. വഴിയാത്രക്കാർക്കോ അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾക്ക്, കാറുകൾക്ക് ഒന്നും തന്നെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റേഡിയം ലിങ്ക് റോഡാണ്. അതായത് JNL സ്റ്റേഡിയത്തിന്റെ ഭാഗമാണിത്. ബസ് റൂട്ട് അല്ല എങ്കിൽ കൂടി നിരവധി വാഹനങ്ങളാണ് ദിനം പ്രതി ഈ റോഡിൽ കൂടി പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു മുട്ടോളം വെള്ളം ഇവിടെ ഉണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് എങ്കിൽ കൂടി മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇത്രയധികം വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. ആളുകൾക്കൊന്നും തന്നെ നടന്നു പോകാൻ സാധിക്കത്തില്ല. എല്ലാവരും നീന്തി പോകേണ്ട ഒരു സാഹചര്യമാണ്. അത്രയധികം വെള്ളം ഇവിടെ കയറിയിട്ടുണ്ട്. ഈ ഓട പോലും കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. ഈ ഓട കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ സ്ലാബില്ലാത്ത ഓടകളാണ് എങ്കിൽ അപകടം പതിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഈ തൊട്ടിപ്പുറത്തെ ഇട റോഡുകളിലും ഉള്ളത്. ആളുകൾക്കും ഒപ്പം തന്നെ വാഹനങ്ങൾക്കും ഒന്നും തന്നെ കടന്നു പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. ചേട്ടാ, ഇതിന് മുന്നേ ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ടോ? ഒട്ടും പറ്റാത്തൊരവസ്ഥയല്ലേ? ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. വാഹനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വാഹനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് തീരെ പറ്റാറില്ല. കാരണം ഈ റോഡ് ഇപ്പൊ കുറെ അധികം നാളായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഭയങ്കര മോശമാണ്. തകർന്നു കിടക്കുന്ന റോഡായിരുന്നു. തകർന്നു കിടക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തായിട്ട് അവരെ പൊളിച്ചെന്ന് തോന്നുന്നു. പൈപ്പിടായിട്ട് എന്തോ പറ്റുന്നുണ്ട്. മഴ പെയ്യുമ്പോ ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ലേ? അയ്യോ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാനായിട്ടാ. ഇത് കുറെ നാളായിട്ട്, കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയായിരുന്നു, ഈ വർഷം ഇങ്ങനെ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഇതുവരെ ഇല്ല. അതായത് കുറെ നാളുകളായിട്ട് ഇത് തന്നെയാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം. അതായത് ചെറിയ മഴ പെയ്താൽ കൂടി ഈ സ്റ്റേഡിയം ലിങ്ക് റോഡിന്റെ അവസ്ഥ ഇതാണ്. കാര്യമായിട്ടുള്ള ഇടപെടലുകൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ ഉണ്ടാകുന്നുമില്ല. ഈ റോഡുകളുടെ ഈ ഒരു ശോചനീയാവസ്ഥ മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ഈ കുഴി രൂപപ്പെട്ട ഒരു സാഹചര്യമൊക്കെ മാറ്റി കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഓടകൾ നിറഞ്ഞു കവിഞ്ഞ ഒരവസ്ഥ കൂടി ഈ പ്രദേശങ്ങളിലുണ്ട്. അതായത് ഈ ഓടകളുടെ മാലിന്യം അത് നീക്കം ചെയ്യാതെ ഒഴുക്ക് തടസ്സപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓടകളുടെ അവിടുത്തെ മാലിന്യജലം കൂടി ഇറങ്ങിയാണ് ഈ റോഡിലേക്ക് വരുന്നത്. ഒപ്പം തന്നെ അപകടവും ഉണ്ട്. എന്തായാലും ഈ സ്റ്റേഡിയം ലിങ്ക് റോഡിന്റെ ഭാഗത്തെ മാത്രമല്ല ഈ അവസ്ഥ, കളമശ്ശേരി ഭാഗത്തും സമാനമായിട്ടുള്ള ഒരവസ്ഥയാണുള്ളത്. കാരണം കളമശ്ശേരിയിൽ പല വീടുകളുടെ ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ
പ്രവർത്തനരഹിതമാകും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടകളിലേക്ക് വെള്ളം കയറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കട തുറക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് കടക്കുകയും ചെയ്യും. അടുത്ത വരും മണിക്കൂറിൽ കനത്ത മഴയാണ് എറണാകുളം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കനത്ത കാറ്റും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു അവസ്ഥ മാറി കുറെ കൂടി ഒരു ഭീതിതമായിട്ട് അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. നേരത്തെ ആ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം ഇവിടെ ഈ ഒരു വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. രോഹിണി. ശരി രേഷ്മ, എന്തായാലും കൊച്ചിയിലെ എക്കാലത്തെയും ശാപമാണ് ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കഴിഞ്ഞു. ശക്തമായ മഴ ഇനിയും തുടർന്നാൽ അങ്ങേയറ്റം ദുസ്ഥിതിയിലേക്ക് തന്നെയായിരിക്കും എറണാകുളം ജില്ല പോകുക. രേഷ്മ ബാബുവാണ് കൊച്ചി സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്. ഡ്രോൺ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ജനം ടിവിയോട്. പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വം ഇത്തരം ഭീഷണികളെ ചെറുക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊച്ചിയിൽ ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ. രാജ്യാതിർത്തിയിൽ ഡ്രോൺ വഴിയുള്ള ആയുധ മയക്കുമരുന്ന് കടത്ത് പലവട്ടം സുരക്ഷാസേന തകർത്തിട്ടുണ്ട്. കള്ളക്കടത്ത് സംഘങ്ങൾ ഡ്രോൺ വഴി മയക്കുമരുന്ന് കടത്തുന്നത് ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്നു. ഇക്കാര്യത്തിൽ കടുത്ത ജാഗ്രത അനിവാര്യം തന്നെയെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ജനം ടിവിയോട് പറഞ്ഞു. ഡ്രോണിന്റെ ഉപയോഗിച്ചിട്ട് ഇത് സപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ബോർഡർ, സീ ബോർഡറോ ലാൻഡ് ബോർഡറോ എയർ ബോർഡറോ ക്രോസ് ചെയ്തിട്ട് ഏതെങ്കിലും ദേശത്തിൽ അതിനെ കൊണ്ടുപോകാൻ ഇറ്റ് ബിക്കംസ് വെരി വെരി ഈസി ഫോർ ദം. അതാണ് മാക്സിമം അതിന്റെ big worry for national security. National security പറഞ്ഞാൽ ഇത് I'm talking the internal security. This disturbance to society. അപ്പോൾ drugs അവിടെ when you bring it inside അതിന്റെ എന്തൊക്കെയോ പ്രയോജനം. One of course is there is drug money. That drug leads to നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ സിറ്റിസൻസിനെ ബാധിക്കുന്നുണ്ട്. That's a different damage happening altogether. അതല്ലാതെ this drug money goes into misuse within the nation. And a drug money ഉപയോഗിച്ചിട്ട് it can promote a lot of anti-national activities, it can promote a lot of anti-social activities, and it can also promote a lot of cartels which can create serious disturbance in the country. അപ്പോൾ അതൊരു സെക്കൻഡ് നാഷണൽ സെക്യൂരിറ്റി ത്രെറ്റ് ആണ്. ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന തരത്തിൽ ഡ്രോൺ പോലെയുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് തടയാൻ ചട്ടങ്ങളിലെ പിഴവുകൾ പരിഹരിച്ചുള്ള നടപടികളാണ് വേണ്ടത്. കൂടാതെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വാശ്രയത്വം കൈവരിക്കാനാകണമെന്നും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അഭിപ്രായപ്പെട്ടു. We have to completely revamp Drone Rule 21, DGCA Drone Rule 21. കാരണം DGCA Drone Rule 21 ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ആ ലൂപ്പ് ഹോൾസിനെ if it is not seen from national security point of view, if it is not seen from internal security point of view, that is what is promoting drone industry in India. To promote the Indian drone industry, അത് പറഞ്ഞാൽ ഇൻഡിജിനൈസ് ചെയ്യുക ഡ്രോൺ ഇൻഡസ്ട്രിയെ. ജനം കൊച്ചി. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വയനാട് പിണങ്ങോട് ചോലപ്പുറം സ്വദേശി മഹേഷ്. 2 കിഡ്നിയും തകരാറിലായ മഹേഷ് ചികിത്സയ്ക്കായി നീക്കിവെക്കുന്നത് ഭീമമായ തുകയാണ്. പ്രായമായ അമ്മ മാത്രമാണ് മഹേഷിന് കൂട്ടായുള്ളത്. രണ്ടു വർഷമായി വേദന കടിച്ചമർത്തി പ്രായമായ അമ്മയോടൊപ്പം ജീവിക്കുകയാണ് മഹേഷ്. മഹേഷിന്റെ 2 കിഡ്നിയും തകരാറിലാണ്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യേണ്ടതുണ്ട്. ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാൻ വാഹനക്കൂലി അടക്കം 5000 രൂപയോളമാണ് കയ്യിൽ നിന്ന് ചെലവാകുന്നത്. കാരുണ്യയിൽ നിന്ന് പണം ലഭിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ അതും ഇല്ലാതായി. അസുഖം മൂർച്ഛിച്ചതിനാൽ ചെറിയ പണിക്ക് പോലും പോകുവാനും കഴിയുന്നില്ല. 2 വർഷമായി എനിക്ക് 50,000 രൂപ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, വർക്ക് ചെയ്യാൻ മറ്റുള്ള പണിക്ക് പോകാനൊന്നും പറ്റാത്തത് കൊണ്ടും പിന്നെ അമ്മയ്ക്ക് അസുഖമാണ്. അമ്മയ്ക്ക് കുറേ വർഷമായി തുടങ്ങിയിട്ട്. അത് കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നോക്കലായിരുന്നു. ഇപ്പോൾ ഒന്നും സഹായിക്കാത്തത് കൊണ്ടാണ്. അപ്പം എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. 78 വയസ്സാണ് അമ്മയ്ക്കുള്ളത്. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്കൊപ്പം അമ്മയ്ക്ക് കാഴ്ചയും കുറവാണ്. പലരും സഹായത്തിന് എത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ 2 പേരും കഴിഞ്ഞു പോകുന്നത്.
ചെറിയ തുക കൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്നും സുമനസുകൾ സഹായിക്കണമെന്നുമാണ് മഹേഷിന്റെ ആവശ്യം. തന്നെയും തന്റെ അമ്മയെയും സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് മഹേഷ്. ജനം, വയനാട്. നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.